2500 ഒരു കസേര മേടിച്ചാൽ ഊറി ഞാൻ തരില്ല. ഞങ്ങൾ നേരത്തെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് പിന്നെ വന്നത്. 22,900. ഒപ്പം 22,900 ഒരു സ്പ്രിംഗ് ബെഡ് ഫ്രീ വിത്ത് 5 year വാറണ്ടി. ഈ കോർണർ സോഫയ്ക്ക് എടുക്കും 3 ഡോറും 2 ഡോറും ഫ്രീ ആണ്. ഇത് ആരും വാങ്ങിക്കാതിരിക്കാൻ നല്ലത് തോന്നുന്നു. ഇത് ഇവിടെ എടുത്തതൊരു തോൽവിയായിട്ട് നിൽക്കുക. ഈ സാധനം 2,990 രൂപയ്ക്ക് ഡബിൾ കോട്ട് കട്ടില്, അത് 10 വർഷം ഗ്യാരണ്ടി. സ്റ്റീൽ അലമാര എടുക്കുന്ന എല്ലാ കസ്റ്റമർക്കും ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഡ്രസ്സിംഗ് ടേബിൾ ഫ്രീ. റേറ്റിനൊക്കെ കിട്ടിയോ? ഇതിന്റെ കൂടെ നമ്മൾ ഒരു 3 ഡോർ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മൾ കസ്റ്റമർക്ക് ഒരു 10 ദിവസം 20 ദിവസമൊക്കെ ആയിട്ട് ഓഫർ കൊടുക്കുവാണ്. പക്ഷെ ക്വാളിറ്റി നോ കോംപ്രമൈസ്. 3 ഡോർ അലമാരയ്ക്കൊപ്പം 2 ഡോർ അലമാര ഫ്രീ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് കാണിച്ചിട്ട് ഇത്രയും വശത്ത് മറ്റടിച്ചു വെച്ചാൽ എത്ര രൂപയുടെ വ്യത്യാസം വരുന്നു? 2 ഡോർ ആണോ മേടിച്ചെങ്കിലോ ഡബിൾ കോട്ടിന് കട്ടിൽ ഫ്രീ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൊടുപുഴയില് ആസ് യൂഷ്വൽ ഒരുപാട് ഓഫേഴ്സ് ഉള്ള സ്ഥലത്താണ്. ഇതുവരെ ഇവരുടെ 50% ഓഫർ കഴിഞ്ഞില്ലേ? ഓണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടോ? എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. വണ്ടിയിലെ സാധനങ്ങൾ കൊണ്ടില്ല, കട്ടിലാട്ട ഇവരെ ഓൺ വണ്ടി, ഓൺ വെഹിക്കിളിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതെ, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ വിളിച്ചു വെച്ചോ. ഒരു കട്ടില അവിടെ പോകണ്ടില്ല, എന്താ സംഭവം? എന്താ ഇവരുടെ വണ്ടിയിലും ഉണ്ടല്ലോ? നിങ്ങളുടെ വീട് എവിടെ അടുത്താണോ? എവിടെ ഇവിടുന്ന ശരിക്കും മുതലാളി ഇങ്ങോട്ട് വാ. ഈ ഉടമസ്ഥ തന്നെ എവിടെ വാ? അവരിങ്ങോട്ട് വരില്ല, നമുക്ക് അങ്ങോട്ട് പോവാതായിരിക്കും നല്ലത്. ഇതാണോ നിങ്ങൾ മേടിച്ച കട്ടില്? എങ്ങനെയുണ്ട് കട്ടില്? ഇഷ്ടപ്പെട്ടോ? നമ്മള് വിചാരിച്ച റേറ്റിനൊക്കെ കിട്ടിയോ? എവിടെയാ? നിങ്ങൾ ഇവിടെ അടുത്തുള്ളതാണോ? അതെവിടെയാ? ഈ തൊടുപുഴയിലാണോ? ഇടുക്കി റൂട്ട്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? ഒരു 2 കിലോമീറ്റർ. അത്രേ ഉള്ളു. അതാണ് അവര് സ്വന്തം ഓട്ടോയില് പോവാന്ന് വെച്ചത്. എന്താ ഇവിടെ നിങ്ങൾ എങ്ങനെ ഇത് അറിഞ്ഞു വന്നത്? നിങ്ങൾ ഓൾറെഡി അറിയണതാണോ അല്ലെങ്കിൽ വീഡിയോ കണ്ടു വന്നതാണോ? ആൾക്കാർ പറഞ്ഞു കേട്ടൊക്കെ വന്നതാ? ആൾക്കാർ പറഞ്ഞു കേട്ടതൊക്കെ ശരി തന്നെയാണോ? അതെ, പിന്നെ നമ്മളെപ്പോഴും പോകണ്ടല്ലോ ഈ വഴിക്ക്. അപ്പൊ അങ്ങനെ കാണുമ്പോ ഇങ്ങനെ 50% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. എങ്ങനെയുണ്ട്? നിങ്ങൾ മനസ്സിൽ തൃപ്തിയായിട്ടുള്ള ഐറ്റം കിട്ടിയാ? റേറ്റ് കുറവിന് കിട്ടിയാ? കുഴപ്പമില്ല. എന്തായാലും കാശ് നമ്മുടെ പോക്കറ്റിൽ എന്തായാലും തൃപ്തിയായില്ലേ? എന്താണ് മോളെ വാ, കൊറേ ലീഫൊക്കെ വെച്ച മോള് പറയും. എങ്ങനെയുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം? ഇതാർക്ക് വേണ്ടിട്ടാ? ഇത് വീട്ടിലോട്ട് തന്നെ മേടിച്ചാ. എന്നാലും ആരുടെ ബെഡ്റൂമിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഇല്ലേ? അങ്ങനെ അന്ന് എന്റെ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് മേടിച്ചത്. അപ്പച്ചനും അമ്മച്ചി എല്ലാരും വന്നിട്ടുണ്ട് ഒരുമിച്ച്. ഓക്കെ, അപ്പൊ കട്ടിൽ മാത്രം മേടിച്ചാണോ ഇത്ര ഓഫർ ഉണ്ടായിട്ട്? ഇതിപ്പോ തൽക്കാലം ഞങ്ങൾ നേരത്തെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് പിന്നെ വന്നത്. ഓ അങ്ങനെ. നേരത്തെ അപ്പൊ കുറെ ഐറ്റം മേടിച്ചോണ്ട് അതിലൊരു കട്ടിൽ മിസ്സിംഗ് ആയി പോയി. എന്താ പേരിടാ? ജിസ്ന. അപ്പൊ എന്തായാലും കുറെ ഓഫേഴ്സ് അവർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്തൊക്കെയുണ്ടെന്നുള്ളത്. അപ്പൊ ഒന്ന് കയറുന്നോട്ടെ. ഓക്കെ, പഠിക്കാണോ? എന്താ ചെയ്യണേ? ജോലിയാ. എന്താ? വി സ്റ്റാറിൽ വർക്ക് ചെയ്യോ? വി സ്റ്റാർ അതെന്തിന്റെയാ? നമ്മുടെ ഇന്നേഴ്സിന്റെ. ഇന്നർ വി സ്റ്റാർ. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് അകത്ത് കയറിയിട്ട് എന്തായാലും ഇനിയും കുറെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും ഓഫേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചർ. യെസ്, ഓരോ രാജാവെന്ന് ഞാൻ പറയണത് വെറുതെ അല്ല കേട്ടോ. ഇതാ ഇവിടെ നോക്കിയാ 50% ഓഫർ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. EMI ഓപ്ഷൻ ഉണ്ട്, അതും 0% ബജാജിന്റെ ആണ്. പിന്നെ ആസ് യൂഷ്വൽ എങ്ങനെയാണ് വെച്ചാൽ 2 ഡോറിൽ 3 ഡോർ, 3 ഡോറിൽ 2 ഡോർ, പിന്നെ കുറെ സോഫാസ് ഇവിടെ പുറത്ത് ഡിസ്പ്ലേ കൊടുത്തത്. അതൊന്നും നമുക്ക് വിഷയമല്ല. എന്തായാലും മുതലാളിനെ തപ്പിയിട്ട് നമുക്ക് കളക്ഷൻസ് നോക്കാം, മോഡൽസ് നോക്കാം. വരും. അപ്പൊ ഈ കാണുന്ന കട്ടിന്റെ റേറ്റ് എത്രയാണെന്നറിയോ? വെറും 22,900. 22,900. അപ്പൊ ഈ കാശ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ കിടക്കാൻ പറ്റില്ലല്ലോ. ഇതിന് മുകളിൽ എന്തെങ്കിലും കിടക്കണം. അതിനാണ് പറയുന്നത് ഒരു സ്പ്രിംഗ് ബെഡ് ഫ്രീ. 22,900 ഒരു സ്പ്രിംഗ് ബെഡ് ഇതിനോട് ഫ്രീ ആയിട്ട്. ഫ്രീയാ? അപ്പൊ ആ ഫ്രീ തരുന്ന കാര്യത്തിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതിന് 5 വർഷം ഗ്യാരണ്ടി തരും ഫ്രീ തരുന്ന സാധനത്തിനും. അപ്പൊ ഇത് മേടിച്ചാ ഫ്രീ കിടക്കും കൂടി. ഇത് ഫാമിലി കിങ്, ഫാമിലി കോട്ട് ഫാമിലി. അപ്പൊ ഫാമിലിക്ക് 29. ഈ വർക്ക് ഒരു 40 മോഡൽ നമുക്ക് ഓൺ ഷോപ്പിൽ തന്നെ ഉണ്ട്. 40 വർക്ക് ഉണ്ട്, 40 ഡിസൈൻ ഉണ്ടാവും ഇതിൽ തന്നെ. ഒക്കെ കുഷ്യൻ ഉള്ളതാ? കുഷ്യൻ ഉള്ള തന്നെ വെറൈറ്റി. ഈ കുഷ്യൻ വേണ്ട, തടിയ വർക്കെങ്കിൽ തടി തരാം. എങ്ങനെ വേണമെന്ന് വെച്ചാൽ വെച്ച് തരാം. കുഷ്യൻ വർക്ക് ഒന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പൊ റേറ്റ് പറഞ്ഞതോടെ 22,900. ഒപ്പം 22,900 ഒരു സ്പ്രിംഗ് ബെഡ് ഫ്രീ വിത്ത് 5 year വാറണ്ടി. ഇത് എത്ര കാലാവധി ഉണ്ട്? അങ്ങനെ എന്തെങ്കിലും? അതിപ്പോ നിങ്ങളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മള് 1 month നമ്മള് ഓഫർ കൊടുക്കാം. 1 month കൊടുക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞാൽ അടുത്ത ഓഫർ ഇടും. എല്ലാ മാസം ഇവിടെ ഓഫർ ഉണ്ട്. എല്ലാ മാസം നമ്മൾ ഓഫർ ഇടാറുണ്ട്. അപ്പൊ എല്ലാ മാസം ഇവിടെ വരുമ്പോ എന്തെങ്കിലും ഓഫർ. നമ്മള് ഇത് അടുത്ത കട്ടിൽ നമ്മൾ ഇത് തേക്കിന്റെ കട്ടിലാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് ഈ തേക്കിന്റെ കട്ടിലിന് കനം വരുന്നത് 5 ഇഞ്ച് കനം. ഇവിടെ ഈ കനം വരുന്ന 5 ഇഞ്ച് കനം. അതായത് നമ്മൾ ഈ ഒരു കട്ടിൽ ഉണ്ടാക്കുന്ന ഇരട്ടി തന്നെ ഇതിന്റെ കൂടുതൽ കട്ടിൽ വരുക, ഇരട്ടി തടി വരുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
നമ്മൾ സാധാരണ കനം കുറച്ചുണ്ടാക്കും, കനം കൂട്ടിയുണ്ടാക്കും. ആ അപ്പം ഇതിപ്പോ 2 കട്ടിലിന്റെ അകത്തുണ്ട്. 2 പിന്നെ കട്ടില് പലക വരുന്ന തേക്ക, തേക്ക്. ആ പിന്നെ ഫുള്ളും തേക്കാണിത്. അപ്പൊ ഇതിന്റെ റേറ്റ് ഇപ്പൊ ഇതിന്റെ വെറൈറ്റി വരുന്നത് 45,000 രൂപ എക്സ്ട്രാ പ്രീമിയം 2 കട്ടിലിന്റെ അതുണ്ട്. ഓ അതാണ് അപ്പൊ ഡബിൾ ആയിട്ട്. പക്ഷെ അപ്പം വരണ്ട, നിങ്ങൾക്ക് 33,900 രൂപയുടെ ഒരു സ്പ്രിംഗ് ബെഡ്, ബോണൽ സ്പ്രിങ്, ഈ പില്ലോ ടോപ്പ് വിത്ത് 5 ഇയർ ഗ്യാരണ്ടിയുള്ള ബെഡ് ഫ്രീ ഉണ്ട്. നിരാശപ്പെടണ്ട. അപ്പൊ ഇത് മേടിച്ചാലും ഫ്രീ ഉണ്ട്, ഇത് മേടിച്ചാലും ഫ്രീ ഉണ്ട്. ആ പിന്നെ അതിൻ്റെ അത് 2 കാര്യമുണ്ട്. നമ്മൾ വുഡിനെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ട ഒരു കസ്റ്റമറോട് ഒരു ബാധ്യത എനിക്കുള്ളത് കൊണ്ട് ഇതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കി തരാം. നമ്മളിതൊരു 100 ഇഞ്ച് തടിയിൽ അതിൻ്റെ നിർമ്മാണം വന്നേക്കണം. ഈ തടി, ഈ വുഡ്, അതായത് മരം 100 ഇഞ്ച് തടിയിലാണ് നമ്മളിത്, ഈ തടി നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ തടിക്ക് മൂപ്പുണ്ട്. മൂപ്പ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും. റേറ്റ് കൂടുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകതയുണ്ട്. ചില കസ്റ്റമേഴ്സ് ചിലപ്പോൾ കുത്തിപ്പോകുന്നൊക്കെ പറയില്ലേ, അപ്പം തടിക്ക് മൂപ്പില്ലാത്തതുകൊണ്ടാണ് ഈ കുത്തിപ്പോകുന്നത്. അപ്പൊ ഇതിന് മൂപ്പ് ഉണ്ടായിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോ മൂപ്പ് കുറയുക, ശിഖരം വെട്ടുക, അങ്ങനെയൊക്കെ റേറ്റ് വരുവാണെങ്കിൽ റേറ്റ് ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു 1/3 പിന്നെയും കുറയും. ഇപ്പൊ ഒരു 25 രൂപയ്ക്കൊക്കെ അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എത്ര പഴക്കം ചെല്ലും മരം അതിനനുസരിച്ച് മരത്തിന്റെ വണ്ണത്തിനും പഴക്കത്തിനും അനുസരിച്ചാണ് നമ്മൾ മരത്തിന് വിലയിടുന്നത് നമ്മുടെ ഇവിടെ. അപ്പം ഇതിന് നമ്മളൊരു 100 ഇഞ്ച് തടിയിലാണ് നമ്മൾ നിർമ്മാണ രീതി വന്നിരിക്കുന്നത്. അപ്പം എന്താ, മൂപ്പുണ്ട്. ഇപ്പൊ ഇതൊക്കെ അല്ല, ഈ ഡിസൈനും ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 40 ഡിസൈൻ തരാം. നിങ്ങളുടെ കയ്യിൽ 40 മോഡൽ ഉണ്ടെന്നൊക്കെ പറയും. നമ്മുടെ രീതിയിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ കസ്റ്റമൈസ് നിങ്ങളുടെ ഒരു ഡിസൈൻ തരുവാണെങ്കിൽ ആ ഡിസൈൻ തന്നെ ഇവിടെ വരുത്തിക്കും. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു കളർ പറഞ്ഞാൽ ആ കളർ ഇവിടെ വരുത്തിക്കും. ഇത് സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. ഇത് വന്നിട്ട് 38,900 വരെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ സ്റ്റാർട്ടിംഗ് നമുക്ക് എത്ര വരുന്നുണ്ട്? സ്റ്റാർട്ടിംഗ് വരുമ്പോൾ 22,900 വരും സ്റ്റാർട്ടിംഗ് റേറ്റ്. അപ്പൊ അങ്ങനെ അപ്പൊ കിടക്ക ഇതിന്റെ കൂടെ കിടക്കാരെ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതായത് ഈ കാണണം മൊത്തം ഈ ഫോം വർക്ക് ഇല്ലാത്തതുകൊണ്ട്, ഫോം ഇല്ലാത്ത വർക്ക് എന്ന് പറയുമ്പോൾ കുറെ മോഡൽ അതുകൊണ്ട്, അതെ ഫോം വർക്ക് ഉള്ളതുകൊണ്ട് രണ്ടും നിങ്ങൾ മനസ്സിൽ. കിടക്കാണ് ഇപ്പൊ ഈ മൊത്തം കാണാം, കട്ടിലും കിടക്കാണ് ഈ കാണുന്നത് മൊത്തം. കട്ടിലും ബെഡ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ തുണിക്ക് പ്രത്യേകത ഉണ്ട്. ഇത് കൂളിംഗ് ക്ലോത്ത് ആണ്, ചൂടുണ്ടാവത്തില്ല. നമുക്ക് ഏതാ തരാൻ പോണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരുന്നത്. ഇപ്പൊ പ്രീമിയം നമ്മൾ തരുന്നത്, പിന്നെ അതിന്റെ താഴത്തേക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. പ്രീമിയം ക്ലോത്ത് ആണ്, ചൂടുണ്ടാവില്ല. ഈ ക്ലോത്തിന്റെ പ്രത്യേകത അതാണോ? ഇതിന് ചൂടുണ്ടാകത്തില്ല. അപ്പൊ AC വെക്കണ്ട? AC വെക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ വെച്ചേ പറ്റും. ചില സ്ഥലത്ത് ചൂട് കൂടുതലാണെങ്കിൽ അവിടെ ഈ നമ്മളിപ്പോ സാധാരണയായിട്ട് പറയുവാണെങ്കിൽ AC നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ തണുപ്പ് ഇത് കിട്ടും. പക്ഷെ ഇത് നമുക്ക് ചൂട് തരില്ല, അത്രേ ഉള്ളൂ. AC നമുക്ക് കിട്ടും. നമുക്ക് തണുപ്പ് കിട്ടണമെങ്കിൽ ഫുൾ ടൈം ഇതിൽ കിടക്കണം. നമ്മൾ ഇരിക്കുന്ന സമയമൊക്കെ ഉണ്ടാവും, അപ്പൊ AC വെക്കണം. അപ്പൊ നമുക്ക് അടുത്ത ഓഫറിലേക്ക് പോയാലോ? അടുത്ത ഓഫർ ഇഷ്ടം പോലെ കട്ടില്, ഇഷ്ടം പോലെ കിടക്കുക. അപ്പൊ കുറെ മോഡൽസ് ഉണ്ട്, വന്ന് നോക്കിയാൽ മതി. എന്താ ഇവിടെ ഇരിപ്പായ? ഇതൊരു വുഡിന്റെ 311 സോഫയാണ്. ഇത് പ്രീമിയം ആണ്. അപ്പൊ ഇത് ഇച്ചിരി സ്ട്രോങ് ഉണ്ട്. വേണമെങ്കിൽ പൊക്കി നോക്കിയത്. ഞാൻ പൊക്കൂട്ടാ, ഞാൻ ജിമ്മിനൊക്കെ പോണതാ. ഇത് മൊത്തത്തിലോ ഒരുമിച്ച് അങ്ങോട്ട് തലയിരിക്കാൻ. ഇതിന് വേറെ 45,000 രൂപ ഉള്ളൂ. ഇത് 5 സീറ്റർ. 5 സീറ്റർ 311 ആണ്. ഇത് പ്രീമിയം ആണ്. ഇതിന്റെ കൂടെ നമ്മൾ ഒരു 3 ഡോർ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതിന്റെ റേറ്റ് എത്രയാ? ഇതിന്റെ റേറ്റ് 45,000 പ്രീമിയം. ഇനി നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞാണെങ്കിൽ 16,000 രൂപ സ്റ്റാർട്ടിംഗ് ഇതുണ്ടാവും. അത് കസ്റ്റമർ ഓർഡർ തന്നെ, നമ്മൾ സ്റ്റോക്ക് ചെയ്യില്ല. അതിനൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഫീച്ചറിൽ നമുക്ക് കുത്തലൊക്കെ ഉണ്ടാക്കും പറഞ്ഞു. അപ്പൊ നമുക്കിത് 45,000 ഇത് പ്രീമിയം എടുക്കുവാണെങ്കിൽ നമ്മളിത് പ്രീമിയം ക്ലോത്ത് ഒക്കെ ഡെൻസിറ്റി ഫോം ഒക്കെയാണ് ഇട്ടേക്കണേ. വുഡ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത്, നിങ്ങൾ അങ്ങനെ പൊക്കാൻ പറ്റുമൊന്നുമില്ല. എന്നാലും അത് പൊക്കില്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അതിന് ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിരിക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് 16 വരെ സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് ഇത് പ്രീമിയം 45 രൂപയാണ്. ഇതിന്റെ കൂടെ ഒരു 3 ഡോർ അലമാര ഫ്രീ ഉണ്ട്. നമ്മൾ പാർട്ടിക്കൽ ബോർഡിന്റെ 3 ഡോർ നമ്മൾ കാണിച്ചു തരാം. അത് നമുക്ക് കാണിച്ചു കൊടുക്കാതെ 3 ഡോർ അലമാര ഫ്രീ കൊടുക്കാം. അപ്പൊ എപ്പോ വന്നാലും നിങ്ങൾ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നോളൂ. ആൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങളുടെ കസ്റ്റമർ ഇനിയിപ്പോ എന്തെങ്കിലും ഇവിടെ ചിലപ്പോൾ ഇവര് ചിലപ്പോ നമ്മുടെ സെയിൽസ്മാനൊക്കെ അറിയില്ല. അത് ഞാൻ പറഞ്ഞു പോയ കാര്യം. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നതാണ്. നമ്മളിങ്ങനെ നമ്മുടെ ഷോപ്പിന്റെ പരസ്യവും കൂടുതൽ കസ്റ്റമേഴ്സ് വരാനും കൂടുതൽ ആളുകളുമായിട്ട് ഈ ഓഫർ സംസാരിക്കുകയും അവർ ചർച്ച ചെയ്യുകയും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ സാധാരണ ഇത് കൊടുക്കുമ്പോൾ 45,000 ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ക്വാളിറ്റിയിലാണ് നിർമ്മാണം. അതൊക്കെ പോട്ടെ, ക്വാളിറ്റി ഇതൊക്കെ ഡിസൈൻസ് നമുക്ക് ഇങ്ങനെ ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഈ ഡിസൈൻ നമുക്ക് ഇത് ഒരു സാമ്പിൾ ആണ്. ഇതിന്റെ ഇവിടെയൊക്കെ വുഡിലെ ഡിസൈനോ കാര്യങ്ങളോ എന്തും കുറെ ഇപ്പൊ ഓൾറെഡി നമുക്കൊരു 10 പീസുകൾ ഉണ്ടാവും. ഇത് ഡ്രോവർ വലിക്കുന്ന അല്ല, അതൊക്കെ ഉണ്ടാക്കണേ, അതും ഉണ്ടാക്കി തരാം. അപ്പൊ ഇത് കുറെ ഡിസൈൻ ഇത് നമ്മളിലുണ്ട്.
ഇത് കൂടാതെ ഇതിന് വേറെ കുറെ വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇത് മേടിച്ച ഇതിന്റെ ഞാൻ കൂടെ പറഞ്ഞതിന്റെ free ആണ് സംഭവത്തിൽ വരി. ഇവിടത്തേക്ക് വണ്ണം കുറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, കസ്റ്റമർ എല്ലാവരും ശ്രദ്ധ കൊടുക്കുക ഈ കാര്യത്തിൽ. നമുക്ക് വില എന്തൂരം കുറയ്ക്കാൻ പറ്റും, ക്വാളിറ്റി കൊടുക്കുന്നില്ല കാര്യം. അപ്പൊ ഈ ഇവിടുത്തെ വണ്ണം കണ്ടോ, ഇത് പകുതിയാക്കി കൊടുക്കാൻ എനിക്ക് പകുതിയാക്കി കൊടുക്കാൻ. ചിലപ്പോ ഇതിന്റെ കള്ളികൾ ഓരോന്നോരോന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കും. ചിലപ്പോ ഈ കളിയിൽ ഇവിടം വരെ ചിലർ 1-2 പീസ് ഇടുന്നവരുണ്ട്. പിന്നെ ഈ വണ്ണം കുറയ്ക്കണവരുണ്ട്. ഈ ഞാനിപ്പോ ആരെയും വിമർശിച്ച് പറയുന്നല്ല, ഈ എനിക്കിതിന് വേണമെങ്കിൽ ഇത് 2.5 ആക്കാൻ പറ്റും, പണിയാൻ പറ്റും. അപ്പൊ ഇത് 22,000 രൂപയ്ക്ക് എനിക്ക് പണിയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് കോസ്റ്റ് കുറയണത്. അപ്പൊ ഓരോന്നിന്റെയും വളവ് ചിലപ്പോ നേരെയായിരിക്കും. തുണി ഇത് ചെയ്യാം, ഡിഫറൻസ് വരും. അതുപോലെ ഫോം ഡെൻസിറ്റി ആയിട്ടേക്കണേ. അപ്പൊ നമുക്ക് ഫോം ഇച്ചിരി പവർഫുൾ ആണ്, ഡെൻസിറ്റി ഉള്ളതാണ്. തുണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം ആണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള നിങ്ങളുടെ ഇഷ്ടത്തിൽ ഒരു ഏതെങ്കിലും ക്ലോത്താ പറഞ്ഞെങ്കിൽ ആ ക്ലോത്ത് പറഞ്ഞാൽ അതിലിട്ട് അതും ചെയ്ത് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞു, ഇത് മൂപ്പുകൂടി തടിയാണ്, രണ്ടാമത് വണ്ണം കൂട്ടിയാണ് പണിതിരിക്കുന്നത്. ഇവിടെ വെച്ച് വെയിറ്റ് കൂടി നിങ്ങൾ കണ്ടു. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു 3 ഡോർ കൂടെ ഫ്രീ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കസ്റ്റമർ ഇനി കാണുന്ന ഈ നമ്മുടെ സാറിന്റെ കസ്റ്റമർ കാണുന്ന മുഴുവൻ പേർക്ക് ഇത് നമ്മൾ കൊടുക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കും. അതിൽ ഡിഫറൻസ് ഒന്നുണ്ടോ. പിന്നെ നമ്മൾ ഒരു പുതിയ വെറൈറ്റി ഒക്കെ നമ്മൾ പറഞ്ഞത്, നമ്മുടെ പുതിയ ഒരു യൂണിറ്റിൽ നമ്മളിപ്പോ പണിത ഒരു മോഡൽ ഇതൊക്കെ വെറൈറ്റി കുറച്ച് മോഡേൺ ടൈപ്പ് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ഇത്തോടെ പണിതേക്കണാണ്. നല്ല പല മോഡൽസ് ഉണ്ട് കേട്ടോ. തേക്കാണ് ഇരിക്കുന്ന മോഡൽ, ഒരു വെറൈറ്റിയാ. ഞാൻ അത് ശ്രദ്ധിച്ചു. നോക്കിയാൽ ഫോം എടുക്കാം, അതെടുത്ത് അതൊക്കെ ഒരു വെറൈറ്റിയാണ്. തേക്കിലാണ് നിർമ്മാണം. ഇപ്പൊ ഒരാൾക്ക് നമുക്ക് ഇച്ചിരി ശ്രമിച്ചിരിക്കാനുണ്ട്, ഇച്ചിരി കൂടെ ഉണ്ടോ ഇത് ചെയ്യാനാണ് പറയും. ഇനി അതല്ല ഫോം വെച്ചിട്ട് നമുക്ക് ഫോമൊക്കെ കാണാവുന്ന രീതിയിലായിട്ട് വെച്ചേക്കണേ. അപ്പൊ ഏത് രീതിയും നമുക്ക് ചർച്ച ചെയ്യാം. തുറന്നു ഇതാണ് ഫോം. ഇത് നിങ്ങൾക്ക് കുറച്ചാൾ ഇതിന്റെ ഫോമിന് ഇതായി പിന്നെ മാറ്റിയിട്ട് വേറെ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ചും കൂടെ നടുവിന് പിടുത്തം വരാൻ വേണ്ടിയിട്ട് ഒരു സുഖത്തിന് വേണ്ടി വെച്ചിടാം. അത് സൂപ്പർ സോഫ്റ്റ് ഫോമാണ് വെച്ചേക്കണേ. നമുക്കിത് കാണാതെ സൂപ്പർ സോഫ്റ്റ് ഫോം, അതായത് പഴം പോലെ ഇരിക്കും കണ്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ കുറേ നേരമൊക്കെ നമുക്ക് നമ്മുടെ മമ്മിക്കോ പപ്പയ്ക്കോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് കൂടുതൽ വിശ്രമിക്കാനൊക്കെ ഒരു കസേരയിലിരിക്കാൻ. ഒരു ചെയറിന് റേറ്റ് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റും. ഇത് കുറച്ച് മോഡൽസ് ഉണ്ട് നമ്മുടെ 40-ൽ പരം മോഡലാണ് നമ്മൾ വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. 8,900 ഉണ്ട്, 7,900 ഉണ്ട്, 6,900 ഉണ്ട്, 5,900 ഉണ്ട്, 4,500 ഉണ്ട്, 3,500 ഉണ്ട്. 3,500 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടാവും. പിന്നെ ഒരു വെറൈറ്റി ആണിത്. ഇത് ഒരു വെറൈറ്റി നോക്കി എങ്ങനെയുണ്ട്. അല്ല, അതിനൊക്കെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാക്കി, ഇതൊക്കെ ഒരു രസമുണ്ട്. ഒരു കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. ചാരകസരി ഉണ്ടല്ലേ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതൊന്നും കണ്ടില്ല. ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്പ്ലേ വെച്ചില്ല. ഞാൻ ചുമ്മാ കുറച്ച് തടി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചാൽ തുണി വെക്കാത്ത നമ്മുടെ പഴയ കാലത്ത് നാടൻ തുണി. ഇതൊരു അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ഇതിന്റെ നിർമ്മാണ രീതി. ഇനിയിപ്പോ നമുക്ക് കുറഞ്ഞ രീതിയിൽ പണിയാം. ഇതൊക്കെ ഏകദേശം നമുക്ക് ഇതൊരു 5,900 കൊടുക്കാം. തുണി ഉൾപ്പെടെ നമ്മുടെ പണ്ടത്തെ കാലത്ത് ആ തുണി തന്നെ ആയിരിക്കും, ആ തുണി തന്നെ ഇട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അതാകുമ്പോ നമുക്ക് കംഫർട്ട് ആയിട്ട് ഇരിക്കാനും പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ഇനി അടുത്തേക്ക് പിന്നെ ഒരു വെറൈറ്റി നമ്മള് ഇത് ചെയ്തേക്കണേ. എങ്ങനെയുണ്ട്? രാജാക്കന്മാരുടെ പോലത്തെ അല്ലേ. ഇതില് വെള്ളം വീണാലും എന്താ പറയാ, ഉള്ളിലേക്ക് പോവില്ല. വെള്ളം വീണാല് തുടച്ചെടുക്കാം, വെള്ളം ഇറങ്ങി പോകത്തില്ല. ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ്, വുഡിൽ വർക്ക്. നല്ലൊരു ഐറ്റം ആണ്, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ രാജകീയമായ ഒരു ഐറ്റം അത്. സത്യം, നല്ലൊരു ഐറ്റം ആണ്. പക്ഷെ ഇരിക്കുമ്പോ 2 ആളായിട്ട് ഇരിക്കണം. ശരിക്കും 3 ആളുടെ സീറ്റ് എന്നാ പറയണ, പക്ഷെ 2 ആളായിട്ട് ഇരിക്കുമ്പോഴാണ് 2 ആളിരിക്കുന്നതായിരിക്കും ഇതാണ് ഉള്ളത്. പിന്നെ അതിന്റെ വേറൊരു വെറൈറ്റി ഇതേ. ഇത് ഞാൻ നേരത്തെ നോട്ടിട്ട് വെച്ചത്. നന്നായിട്ടുണ്ട്. അതായത് ഒരു ന്യൂനത ഇല്ലാത്ത രീതിയിൽ പണിതേക്കണ സംഭവം രണ്ടും. വെടി ന്യൂനതയാക്കാം, എത്ര വേണം വില കുറയ്ക്കാൻ പറ്റും. നമുക്കൊരു വെൽവെറ്റ് അല്ലേ, തുണിയൊക്കെ പ്രീമിയം വെൽവെറ്റില്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചാരി ഇരിക്കാം. ഇത് നെക്രോൺ ആണ്, നമുക്ക് വാഷ് ചെയ്യാം. ഇത് വാഷബിൾ ആണ്. നമ്മളൊരു വെറൈറ്റി ഉണ്ട്. കാലിനൊക്കെ കൊടുക്കുന്നുണ്ടോ, ഒരു ന്യൂനത ഇല്ലാത്ത രീതിയിലാണ് എന്റെ നിർമ്മാണ രീതി. ശരിക്കും അപ്പൊ മരം കാണുന്നത് ഈ കാല് മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം മറിച്ചു. പോക്കറ്റ് സ്പ്രിംഗ് ക്ലോത്ത് ഒക്കെ നല്ല നല്ലതായിട്ട് നമുക്ക് ഇരിക്കാൻ നല്ലതുണ്ട്. റേറ്റ് 39. ഇത് ഈ 3 സീറ്റർ മാത്രം
3 സീറ്റ് മാത്രമായിട്ട് ചുമ്മാ നമ്മൾ ഫ്രണ്ടിലൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് പണിതിട്ടതാ പുതിയത്. ഓക്കെ. ആ ഇത് വേണമെന്ന് വെച്ചാൽ ഒരു 5 സീറ്റ് ആക്കാം, 8 സീറ്റ് ഇതിന്റെ കോർണർ അടിക്കാം, ഇതിന്റെ 3 സീറ്റ് 311 അടിക്കാം, 2 അടിക്കാം, 1 അടിക്കാം, എങ്ങനെ വേണി കസ്റ്റമർ ചോയ്സ്. ഇതൊരു എക്സ്ട്രാ പ്രീമിയത്തിലാണ് നിർമ്മിച്ചത് കേട്ടോ. കടന്നോ? ആ അങ്ങനെ പറയുമ്പോ ഇത് നിങ്ങളെ ഫേസ് കാണിക്കാനൊന്നല്ലേ, നിങ്ങളെ ഫേസ് കാണിച്ചിട്ട് ഫേസ് കാണിക്കണ്ട കേട്ടോ. എന്റെ ബജാജിലെ ആളാ പുള്ളി, നമ്മുടെ സുഹൃത്താണ് കേട്ടോ. സുഹൃത്തെന്ന് പറഞ്ഞാൽ ബജാജിന്റെ അപ്പൊ EMI ഉണ്ടാവും. EMI ഉണ്ടാവും. അതാണ്. കടന്നോളൂ. പുള്ളി ഇവിടുത്തെ നമ്മുടെ എപ്പോഴും സ്ഥാപനത്തിലുള്ള ഒരാളാണ്. മുമ്പിൽ അയാൾക്ക് വരാൻ പാടില്ലാത്ത ഒരു ഇതുണ്ട്. പക്ഷെ അത് അയാള് പറഞ്ഞല്ല, അയാള് കണ്ടപ്പോ നമ്മളെ പിടിച്ചു നിർത്തി. പെട്ടെന്ന് കടന്നപ്പോ നമ്മള് വീഡിയോയിൽ എടുത്തു മാത്രമേ ഉള്ളൂ. അപ്പൊ EMI ഓപ്ഷൻ ഇതിലെ കടന്നു പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ നമ്മൾ അദ്ദേഹത്തെ അനുവാദം ചോദിക്കാതെ ചെയ്ത്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പിന്നെ ക്ഷമ ചോദിച്ചോളാം. അപ്പൊ EMI ഓപ്ഷൻ ഉണ്ടെന്ന്. ഇനിയിപ്പോ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടാത്തല്ലേ അത് കട്ട് ചെയ്യും. അത് അവിടെ നിൽക്കട്ടെ. EMI ഓപ്ഷൻ ഉണ്ടോ? EMI ഉണ്ട്, ഓൾ കേരള EMI ഉണ്ട്. അതെ. പിന്നെ ഈ നമുക്ക് ഈ ഇഷ്ടപ്പെട്ട സാധനമൊക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരുമോ? കേരളത്തിൽ എവിടെയും ഡെലിവറി തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, കേരളം, തമിഴ്നാട്, കർണാടക അവിടെയും ഡെലിവറി തരാന്നേ. കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുന്നത്, നിങ്ങളൊരു ഇന്നലെ ഒരു കസ്റ്റമർ എറണാകുളത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ബെഞ്ച് ചോദിച്ചു, ഓക്കെ കട്ട് ചെയ്ത് ഉണ്ടോന്ന് ചോദിച്ചു, നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവർ വിളിച്ചു, ഓക്കെ ഓർഡർ പറഞ്ഞു. അപ്പോൾ അവർ പറയാണ് ഈ ബെഞ്ച് അങ്ങോട്ട് കൊണ്ടുതരാൻ. ഈ ഒരു ബെഞ്ച് 3,990 4,900 കൊണ്ടുതരാം. അപ്പോൾ കൊണ്ടുതരാൻ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അവർ തന്നെ ഞാൻ കേൾക്കുന്നുണ്ട് വോയിസിൽ. അപ്പോൾ സാറേ ഈ 3,990 4,900 കൊണ്ടുതരാനല്ല ഞങ്ങൾ പറഞ്ഞത്, ഒരു വീട്ടിൽ അത്യാവശ്യം ഉണ്ട്, ക്വാണ്ടിറ്റി വരണം. ഇപ്പോൾ നമ്മൾ ഈ 3,990 എറണാകുളം വരെ പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ വളരെ ഭൂരിഭാഗം ആളുകൾ വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കും, ഈ വിലയ്ക്ക് തരുമ്പോൾ നമുക്ക് കൊണ്ടുതരാൻ കഴിയില്ല എന്ന് അവർ പറയുന്നത്. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ എറണാകുളം ഭാഗത്താണ് നിങ്ങൾ താമസിക്കുന്ന, വേറൊരു ആൾക്കാർ ഒരു ബഞ്ചായിട്ട് കുറെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ കസ്റ്റമറോട് പറഞ്ഞാൽ അത് അവർക്ക് നമ്മൾ പ്രതീക്ഷ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് നമുക്ക് ഉറപ്പ് പറയില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കുക. ഒരു പ്രതീക്ഷ വേണ്ട, എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു പറയാം, നമ്മൾ ചെറിയ ഓഫറുള്ള ചെറിയ ഐറ്റങ്ങൾ നിങ്ങളത് കൊണ്ടുതരാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം നമുക്ക് ഒരുപാട് ഫാമിലീസിന് കൊടുക്കാനുണ്ട്, അത് കൊടുക്കുന്ന നഷ്ടങ്ങളുണ്ട്. നമുക്ക് ഓൾറെഡി അത് ഓഫർ ഇട്ടാ കൊടുക്കുന്നത്. എല്ലാം ഡെലിവറി എന്ന് വിചാരിക്കരുത്, ചെറിയ ചെറിയ ഐറ്റങ്ങൾ ഡെലിവറി ഇല്ല. പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടാണ്, ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. ഇവിടെ നിന്ന് കാണിക്കാലോ, TV സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ വീടിന് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ എന്റെ ഒരു ഐഡിയയിൽ പടതാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇതാണ്, 4 ഡ്രോ ഉണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ട്, കമ്പ്യൂട്ടർ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഇതിങ്ങനെ പല രീതിയിലും ഒരു സ്വപ്നത്തിന്, അതായത് കസ്റ്റമറുടെ ഇഷ്ടത്തിന് സ്വപ്നത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വരാം. പല വെറൈറ്റിയില് ഇങ്ങോട്ട് കുറച്ച് വേണമെന്നുണ്ടോ, അങ്ങോട്ട് നീളം കൂടുതൽ വേണോ, ഇത് ഹൈറ്റ് കൂട്ടി ഇവിടെ ഗ്ലാസ് വെക്കണോ, ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞു കൊടുക്കാം, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയൊരു അമ്പലമാണ്. ഇപ്പൊ അമ്പലം പറഞ്ഞ സ്ഥിതിക്ക് അമ്പലവും കസ്റ്റമൈസ് ചെയ്തത് ചെറുത് സ്മോളാണ്. ഇതിൽ പല വെറൈറ്റി ഉണ്ട്, കുറെ വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2,900. ഇത് പാർട്ടിക്കൽ ബോർഡ്. ഇത് തടിയിലുണ്ടാക്കി കൊടുക്കാം, പക്ഷെ നിങ്ങൾ തടിയിലുണ്ടാക്കുന്ന നഷ്ടം. തടിയിലാവുമ്പോ റേറ്റ് കൂടും. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ദൈവത്തിന് വെക്കുന്ന സംഭവമാണ്, അതിൽ കാശ് നോക്കരുത്. അതെ, നമുക്ക് ദൈവത്തിന് വെക്കുന്ന ഇത് കുറഞ്ഞ ഐറ്റമൊന്നും അല്ല. പക്ഷെ നമ്മള് തടി ഉണ്ടാക്കുമ്പോൾ കോസ്റ്റ്ലി കൂടും, ഓരോരുത്തരെ ഇഷ്ടത്തിന്. ഇതിന് പക്ഷെ തടിയിലിരിക്കുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്, അത് വരുമ്പോ 50,000 വരും. അപ്പൊ അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. രൂപക്കൂട സോറി പൂജ വലിയത് ഇത്ര വലിപ്പമുണ്ട്, 50,000 വില വരും. പുതിയൊരു കസ്റ്റമർ പണിത ഒരു ഐറ്റം കാണിച്ചു തരാം. ഇതൊരു കസ്റ്റമർക്കുള്ള ഓർഡറാണ്, നമ്മൾ ഒരാൾക്ക് പണിതേക്കണാണ്. രൂപക്കൂട് നമുക്ക് ഇവിടെ വയ്ക്കുന്ന യേശുവിന്റെ പറയുന്ന നമുക്ക് ഇവിടെ രൂപക്കൂട് വയ്ക്കാം. ഇവിടെ അതുപോലെ സ്മോള് രൂപക്കൂടുകൾ ഇവിടെ വെക്കാം. നമുക്ക് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് വിവിധ കളേഴ്സിലാണ് നമുക്ക് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്യാവുന്ന രീതിയിൽ മേളിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, താഴെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറെ ഡ്രോ ഉണ്ട്, നമുക്ക് തിരിയും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാമെന്നുള്ളതിൽ സൗകര്യപ്രദമായ രീതിയിലാണ് അതിന്റെ നിർമ്മാണ രീതിയൊക്കെ വന്നേക്കണം. ഇനി ഇതെല്ലാം ഹൈറ്റിനും കൂടണം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടും. ഇത് ഒരു കസ്റ്റമർക്ക് ഇത്ര ഹൈറ്റ് മതിയായിരുന്നു. അപ്പൊ ഇനി ഇതിന് മേലൊരു ഹൈറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു 3 പണിതു. അപ്പൊ ആ കസ്റ്റമർക്ക് ഓർമ്മ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ കസ്റ്റമർക്ക് എങ്ങനെ ഒരു സ്വപ്നത്തിന് മേടിക്കണമല്ലോ, അപ്പൊ ഞാൻ 3 ഉണ്ടാക്കിയത്. ഇത് വേറെ ആൾ സെയിൽ ഉണ്ടാവും എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ 3 പണിത്. അപ്പൊ ഇതുപോലെ പല രീതിയിലും
ഡിസൈനിലൊക്കെ എത്ര റേറ്റ് വരാം നമുക്ക്? ഇത് നമുക്കൊരു സ്റ്റാർട്ടിംഗ് റേറ്റ് 15 രൂപ മുതൽ 26 വരും. അങ്ങനെ. അപ്പൊ ഇതിന്റെ നീളം വീതി കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോയാലോ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ കട്ടിൽ കുറച്ചുകൂടെ വെറൈറ്റി ചെയ്യാനുണ്ട്. ഡിസൈനൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ കുറെ വെറൈറ്റി ഉണ്ട്. ഇതിപ്പോ 23,500 ആണെങ്കിൽ 23,500 സ്പ്രിംഗ് ബെഡ് ആണ് ഫ്രീ വരുന്നത് വിത്ത് 5 ഇയർ. ഇങ്ങനെ കുറെ മോഡൽ വെറൈറ്റി ഉണ്ടാവും, സംഭവങ്ങൾ ഉണ്ടാവും. ആ ഐറ്റം വരെ കാണുന്നത് മൊത്തം അതൊക്കെ തന്നെയാണ്. പല മോഡലും സംഭവം മനസ്സിലായോ? ഒരാള് തപ്പണോക്കി എന്തിനൊക്കെ അത് സ്റ്റോക്ക് എടുപ്പാണ്. സ്റ്റോക്ക് എടുപ്പ് നമ്മൾ മുൻകൂട്ടി തന്നെ എല്ലാം സ്റ്റോക്ക് എടുപ്പിന് ക്ലീൻ ആയി. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നോക്കണ്ട. പോവാ നമുക്ക്. എനിക്ക് ഇതെന്തായാലും ഇഷ്ടമായി. നല്ല ഐറ്റം ആണ്, നല്ല സൗകര്യം. കാറ്റും കൂടി വന്നപ്പോ പിന്നെ അതിനും നല്ല സൗകര്യമുള്ള ഒരു സംഭവം കാണിച്ചു തരാം. ഇരിക്കണതാവും. അതായത് ഇതിന്റെ നിർമ്മാണ രീതി ഞാൻ പറയാം, വളരെ സോഫ്റ്റ്. ഇതുണ്ടോ ഇപ്പൊ ഇരുന്ന് കാണിക്കുന്ന ഒരു ആക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിട്ടോ. ഒന്നുകൂടി ഇരുന്നേ. ഇതുണ്ടോ? ഓ പൊന്തട കണ്ട. ഇത് ഇതിന്റെ അകത്തും ബിസിനസ് മൈൻഡ് ഉണ്ട്. ഇത് എക്സ്ട്രാ പ്രീമിയത്തിലാണ് ഞാനിപ്പോ ഒരെണ്ണം പണിതിട്ടേക്കണം. ഇതിന്റെ അകത്തും ഒരുപാട്. ഇതിന് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 13 രൂപയിലുണ്ട്. പല കസ്റ്റമറും മനസ്സിലാക്കുന്ന 13 രൂപ കഴിഞ്ഞാൽ മേളിലേക്ക് ഇല്ലെന്നുള്ള ധാരണ വെക്കരുത്. ഇത് 29,000 രൂപ വരും ഇതിന്. ഇത്രയും അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ബെൻസ് വാങ്ങിക്കുമ്പം ഉള്ള പോലെ പ്രത്യേകത ഇതിൻ്റെ അകത്ത് ചെയ്തേക്കണേ. ബെൻസ് വരെ ഉണ്ട്. അപ്പം 13,000 മുതൽ 35,900 വരെ ഉണ്ട് ഇത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വില കുറയുന്ന ഒരു ധാരണ വെക്കണ്ടേ? ഈ സോഫ്റ്റ്നെസ് ഇതിനെ കൂടി വെക്കുന്ന ഏറ്റവും പ്രീമിയം ഐറ്റങ്ങളെല്ലാം ചേർത്തേക്കണേ, തുണി വരെ. ഇതിനകത്ത് ഈ ചേർക്കണുണ്ട്. ഇതുണ്ടോ? ഇതുണ്ടോ? ഫുള്ള് നെക്രോൺ ആണ്. തിക്കനസിലാണ് ഇത് വെച്ചേക്കണേ. 1 ഗ്രാം പോലും കുറയ്ക്കുന്നില്ല. അത് കൂട്ടിയിടുവാണ്. ഇനിയിപ്പോൾ ഒരു കൂട്ടിയിടുവാന്ന് പറയുമ്പോൾ ഇത് ഒരു ഫോർ എക്സാമ്പിൾ പറയാം, വില കുറയുന്നതിന് മാനദണ്ഡങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ തിക്കൻസ് കുറഞ്ഞാൽ എത്ര ഗ്രാം കുറയണോ ആ വില കുറയും. അതുപോലെ ഇവിടെ ആ തിക്കൻസ് കുറയുന്നതനുസരിച്ച് ആ എത്ര ഇതാണോ അത് കുറയും. ടാറ്റ സ്പ്രിങ് അല്ലാതെ ഇരുന്നാൽ അതും വില കുറയും. തുണി മാറിയാൽ രാത്രിയും പകൽ പോലെ ആയിരിക്കും വില വരുന്നത്. 100 രൂപയുടെ ഷർട്ടുണ്ട്, 10,000 രൂപയുടെ ഷർട്ടും ഉണ്ടാവും. അപ്പം ഷർട്ടിനല്ല ഒരു വിലയാന്ന് കരുതാൻ പറ്റുന്ന പറഞ്ഞല്ല ഇതും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു. പിന്നെ ഞാനിപ്പോ അത് കാണിച്ചില്ല. എവിടെയാണ് അത് ഗ്യാപ്പ് കിട്ടുന്നില്ല. പൊന്തി. ശരിക്കും പറഞ്ഞ ബെഡ് പോലെ നിർമ്മാണം. പക്ഷെ നമുക്ക് ബാക്കിയും അതുപോലെ നെക്രോൺ കൂട്ടിയ ഇത് ചെയ്യണേ. ഇത് നെക്രോൺ കുറയ്ക്കുകയും ക്വാളിറ്റി കുറയ്ക്കുകയും ചെയ്താൽ ഞാൻ പറഞ്ഞില്ല 13 രൂപ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ നിർമ്മാണ രീതി അതുപോലെ തന്നെയാണ്. പിന്നെ ഒരു ഗുണം എന്നാണെന്നറിയോ, ഇച്ചിരി പ്രായമുള്ളവർ, കഴിഞ്ഞ ദിവസം ഒരു ഫാദർ വന്നിരുന്നു. ആ ഫാദറിന് പ്രായം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പേടിക്കണ്ട, നമ്മൾ കൈ കൊണ്ട് വർക്ക് ചെയ്യേണ്ട സംഭവം വന്നിട്ടില്ല, ഇവിടെ നിന്ന് ഓണാക്കണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതേ ഇത്രേ ഉള്ളൂ, നമ്മൾ ശരി നിർത്തില്ലേ, പിന്നെ കാല് വെച്ച് പയ്യുന്നത് സിമ്പിളാണ്. അപ്പൊ അതിന് എത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ? ഇതിന് പ്രീമിയം ആണ് 29 രൂപ വരും. 13 രൂപ വരെ സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ഇങ്ങനെ വെച്ച് കുറച്ച് കാണിച്ചു തരാം. ഇതിന് ഓഫർ ഒന്നുമില്ലേ? ഇതിന് ഓഫർ ഇതിന് നമ്മൾ ഈ റേറ്റിന് നമ്മൾ കൊടുക്കാം. അല്ല വേറെ ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹിന്റ് തന്നു മാത്രമേ ഉള്ളൂ. ഇത് അല്ലാണ്ട് നമുക്ക് സോഫാസിന്റെ കളക്ഷൻ സോഫയില് ഈ തവണ നല്ല രീതിയിൽ മൊത്തം സോഫയിൽ ഒരു വ്യക്തമായ ധാരണ കസ്റ്റമേഴ്സിന് കൊടുക്കണം. ശരിയായ രീതിയിലുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് സോഫയിൽ കൊടുക്കണം. എനിക്കൊരു അതിയായ ആഗ്രഹമാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അപ്പൊ വേറെ കാര്യമുണ്ട്. ഇതിന്റെ ഒരു സത്യാവസ്ഥയെക്കുറിച്ചും ഇതിന്റെ നിർമ്മാണ രീതിയെക്കുറിച്ചും കസ്റ്റമർക്ക് ഒരു ബോധ്യം കൂടെ കൊടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നത് എങ്ങനെ സോഫ നിർമ്മിക്കാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. അപ്പോൾ കസ്റ്റമർ ശ്രദ്ധിക്കുമെന്ന് വെച്ചപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണേ. ഇപ്പം നമ്മൾ ഇതിൽ 3 തരം മെറ്റീരിയൽ ഇട്ടു. ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്, തേർഡ് ക്വാളിറ്റി ഉണ്ട്. അത് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് ഫസ്റ്റ്, കറക്റ്റ്. ഇത് സെക്കൻഡ്, അത് കറക്റ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു. ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഇത് രണ്ടും ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. ഇതാണ് തേർഡ് ക്വാളിറ്റി. സെക്കൻഡ് ക്വാളിറ്റി എടുത്തോണ്ട് വന്നില്ല. അപ്പോൾ എവിടെ തുറന്നിട്ടപ്പോൾ ഞാൻ കാണുന്നത്.
ഓക്കെ രണ്ട് first quality. എന്താ സംഭവിച്ചത് നമ്മൾ ഇതിപ്പോ നമുക്ക് തൊട്ട് നമുക്ക് കാണാൻ പറ്റും അതിന്റെ ക്വാളിറ്റി നിലവാരം, നമുക്ക് കട്ടി, അതിനകത്ത് ക്ലോത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതെ. ഈ ക്ലോത്ത് നമ്മൾ പണിതിടൽ കുറവാണ്, പക്ഷെ കസ്റ്റമർ ഓർഡർ തന്നാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയാം. ഇനിയിപ്പം ക്ലോത്തിന്റെ വിലയെ കുറിച്ച് ഞാൻ പറയാം. ഈ ക്ലോത്തിന് രായും പകലായിട്ട് വില വ്യത്യാസത്തിനൊക്കെ. ഇതിപ്പോ 800 രൂപയുടെ എണ്ണ മീറ്ററിന് 140 രൂപയുടെ ഉണ്ട് ഇത്. ഇത് 140 രൂപയുള്ളൂ, ഇത് 800 രൂപയോളം വരും. ഇനി ഇതിലും കുറഞ്ഞ ഇടയ്ക്ക് ഇതേപോലെ തന്നെ 300, 370, 400 അങ്ങനെ പലതുണ്ട്. അപ്പോൾ കസ്റ്റമർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വില കുറയുമ്പോഴുള്ള ഒരു വിലക്കുറവ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. വില കുറയുന്നത് ഒരാൾക്കും അത്ഭുതം സൃഷ്ടിക്കാനായിട്ട് നമുക്കിവിടെ സാധ്യമല്ല. വിലയിൽ കുറയുമ്പോൾ ക്വാളിറ്റിയിൽ കുറയും. ഇപ്പോൾ സോഫ നിർമ്മാണ രീതിയിൽ ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഈ സോഫയിൽ ഇരിക്കുക, പൂർണ്ണമായിട്ട് ഈ സോഫയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം ഇവിടം വരെ മുട്ടുന്ന രീതിയിൽ അതിൽ ഒരു ചാൻ കുറഞ്ഞാൽ 10,000 രൂപയുടെ മാറ്റങ്ങൾ തന്നെ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ സാധനത്തിന് ഒരു 69 രൂപ വിലയുണ്ടെന്ന് കൂട്ടുക. ഇതിന് ഒറ്റയടിക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 25,000 രൂപ കുറയ്ക്കാം. ഒരു ചാനൽ വ്യത്യാസം വന്നാൽ മതി. തുണി മാറി, വുഡ് മാറി, ഇത് ഇങ്ങനെ വില കുറച്ച് നമുക്ക് തരാൻ കഴിയും. മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമർ പെട്ടെന്ന് നമുക്ക് വില കുറയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ ഇങ്ങനെയാണ് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുക. നമുക്ക് ന്യൂനത വരുത്തിക്കൊണ്ടും ക്വാളിറ്റി കുറച്ചുകൊണ്ടും പല ടെക്നിക്കൽ പരമായിട്ട് നോക്കിയാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി ബിസിനസ് നടത്താൻ പറ്റും. ഇപ്പൊ ഒരു സോഫയ്ക്ക് എത്ര തുണി വേണം, എത്ര മീറ്റർ വേണം? ഏകദേശം ഒരു 5 സീറ്റർ ഒക്കെ ആണെങ്കിൽ 5 സീറ്ററാ. ഇപ്പൊ ഒരു 5 സീറ്റർ അല്ലെങ്കിൽ കോർണർ സോഫ ഏകദേശം അത് നമ്മൾ ഉണ്ടാക്കുന്ന അളവും അനുസരിച്ച് നമുക്ക് പറഞ്ഞു തരണം. അതിന്റെ നീളവും വീതിയും ലെങ്ത്തും 10 മീറ്റർ ആവാം, 15 മീറ്റർ, 20 മീറ്റർ, 25 മീറ്റർ, ഓരോന്നിനും ഒരേ അളവുണ്ട്. ചിലപ്പോ കയ്യിലേക്ക് വേണ്ടി വരില്ല, ചിലപ്പോ ഇതിന് കറക്റ്റ് അളവ് വരുന്ന അളവ് തരുന്ന ആള് പറയേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ മെഷർമെന്റ് നമ്മുടെ ടെക്നീഷ്യൻ ഇവിടെ ആളുണ്ട്, അയാൾ പറയും. അയാൾക്കത് പറയാൻ കറക്റ്റ് പറയുള്ളൂ. നമുക്ക് പറയാം ഇതിൻ്റെ അകത്ത് വുഡിന്റെ കുറവിന്റെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. എന്തൊരു വുഡ്, എത്ര കുഴിക്കടി ഇത് വേണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ടാറ്റയുടെ സ്പ്രിങ് ഇത് ഓരോന്നുണ്ട്. അത് അവർ നമ്മളോട് പറയും. ഇപ്പം ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ ഇപ്പം ഞാൻ പറയുവാണ്, അവരോട് പറയും നിങ്ങൾ ഇതിനും കുറച്ചുണ്ടാക്കാൻ പറഞ്ഞാൽ അവർ പറയും ഇന്ന രീതിയിൽ സാറേ ഇത് കുറയ്ക്കാൻ പറ്റും. അവരാണ് നമ്മളോട് പറയുന്നത്. ഇപ്പം നമ്മുടെ സ്ഥാപനം നിലമ്പൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ മെഷർമെന്റ് കൊടുക്കുകയാണ്, ഈ സാധനത്തിന് നിങ്ങൾ എത്ര കുറച്ചുണ്ടാക്കാൻ പറ്റും. മാനുഫാക്ചറിങ് എല്ലാം നമ്മൾ നിലമ്പൂരാണ്. നമ്മൾ നിൽക്കുന്നത് നിലമ്പൂരല്ല, നമ്മൾ നിൽക്കുന്നത് തൊടുപുഴയിലാണ്. നമുക്ക് ഷോപ്പ് ഉണ്ട്, നമുക്ക് ഹോൾസെയിലും ഉണ്ട് കേട്ടോ, റീറ്റെയിലും ഉണ്ട്. നമുക്ക് ഹോൾസെയിലും കൊടുക്കാൻ പറ്റും, റീറ്റെയിലും കൊടുക്കാൻ പറ്റും. ഒരു സ്ഥാപനം നമുക്ക് റേറ്റ് കുറച്ച് ഒരു ബിൽഡിംഗ് പണിയുന്ന ആൾ വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഈ മോഡൽ വേണം, ഇതിൽ കുറഞ്ഞ രീതി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഞങ്ങൾ മെറ്റീരിയൽ കാണിക്കും. ആ മെറ്റീരിയൽ കാണിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പൊ ഇന്ന മെറ്റീരിയൽ ഓൾറെഡി അയാളോട് പറയും ഇതാ ഇന്ന കുറഞ്ഞത്, ഇത് ഇന്ന കൂടിയത് എന്ന് അദ്ദേഹം പറയണം, അതനുസരിച്ച് ഞങ്ങൾ പണിയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞു, കുഴിക്കടി കാര്യങ്ങൾ പറഞ്ഞു, ഈ സോഫയുടെ ന്യൂനതകൾ വരുത്തിയാലുള്ള ഇത്, പിന്നെ അതിന്റെ നമ്മുടെ ഈ ഇതില്ലേ ഇതൊക്കെ, ഇത് പ്ലാസ്റ്റിക് വരെ വെക്കുന്നവരുണ്ട്. നമ്മളിതിൽ പ്ലാസ്റ്റിക് വരുന്നുണ്ട്. ഇത് മറ്റേ സ്റ്റീലിന്റെ ഇതാണ്. ഇങ്ങനെ ഇതിനൊക്കെ അനുസരിച്ച് ഒരു സ്ക്രൂ മുതൽ ഒരു കാര്യം പറയുന്നത്, അതായത് അത് വാങ്ങിക്കുന്ന മുതൽ ഇതിന്റെ എ മുതൽ ഇസഡ് വരെയും ചേർക്കുന്ന ഐറ്റത്തിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഉണ്ടെന്ന് കൂട്ടുക. അങ്ങനെ വരുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ അകത്ത് വില കുറയുന്നത്. അപ്പൊ കസ്റ്റമർ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ചർച്ചയോ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ നമ്പർ വിളിച്ചാൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇതിപ്പം ഞാൻ ഇതിൻ്റെ ശരിയായ വശങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഒരു പക്ഷേ എനിക്ക് വിമർശനം ഏൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ബിസിനസ് ചെയ്യുന്നത് എനിക്ക് മസ്റ്റായ ഒരു കാര്യം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്തുള്ള ന്യൂനതകൾ ഞാൻ തുറന്ന് കാണിച്ചു. അതിൻ്റെ ചേർക്കുന്ന കാര്യങ്ങളും ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ ഇതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു എന്നുള്ള ഒരു ധാരണയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ എന്ന രീതിയിലാണ് ഞാൻ ഈ തുണിയെക്കുറിച്ച് പറഞ്ഞത്. അല്ല, ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലോ റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് സോഫ ചെയ്യുന്നത് 15,000 രൂപയാണ്. അത് ക്വാളിറ്റി കുറഞ്ഞത് തന്നെയാണ്. അത് ജൂട്ടിൻ്റെ സോഫ ആയിരിക്കും. പിന്നെ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഇത് പറയുന്ന ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കുറഞ്ഞ സോഫകൾ ബാലൻസ് വരുന്നത് എടുത്ത് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഒരു സോഫ ചെയ്തതിൻ്റെ ബാലൻസ് തുണിയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എടുത്ത് ചെയ്യും. അങ്ങനെയൊക്കെ മാനുഫാക്ചറിൽ ചെയ്യാറുണ്ട്.
സ്വാഭാവികമായിട്ട് ഞാനത് ചെയ്യിപ്പിക്കാറില്ല. ഇപ്പോൾ ജൂട്ടാണെങ്കിൽ ആ ജൂട്ട് മാത്രം അതിൻ്റെ അകത്ത് ചേർക്കാൻ ഞാൻ പറയുള്ളൂ. ബാലൻസ് തുണിയുടെ ചേർത്ത് വെച്ച് ചെയ്യിപ്പിക്കൽ കുറവാണ്, നമ്മൾ ചെയ്യിപ്പിക്കില്ല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ബാലൻസ് പീസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത് ഇട്ട് അടിച്ചോ, എന്നൊരു ആൾ ഓർഡർ തന്നാൽ ഞാൻ ഇട്ട് അടിച്ചു കൊടുക്കും. കസ്റ്റമർ പറയാതെ ഞാൻ ചെയ്യില്ല. ഇവിടെ ഇരിക്കുന്ന ഡിസ്പ്ലേയിൽ അതുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ സോഫ തിരിക്കുക, ഒന്ന് ഇച്ചിരി മാറി. ഇപ്പം നമ്മളൊരു സോഫ ചെയ്യുമ്പോൾ ഒട്ടും ഡിഫറൻസ് ഇല്ല നമുക്ക് ഉറപ്പ് വരുത്തുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ സോഫയുടെ ബാക്ക് വശമാണ്, ഈ തുണി തന്നെയാണ് നമ്മൾ അവിടെയും വന്നേക്കണേ. കാണാൻ പറ്റുമോ? ഒരു സോഫയുടെ ന്യൂനതയെ കുറിച്ച് പറയുകയാണ്. ഇപ്പൊ നമ്മൾ ഈ സോഫയുടെ ബാക്ക് വശം നമ്മൾ എടുത്തേക്കണേ, ഈ സോഫയുടെ ഈ തുണി തന്നെയാണ് നമ്മൾ ഇവിടെ ചേർക്കുന്നത്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് കാണിച്ചിട്ട് ഇത്രയും വശത്ത് മറ്റടിച്ചു വെച്ചാൽ എത്ര രൂപയുടെ വ്യത്യാസം വരുന്നു? 400, 150, 800, 150, 1000, 100, 70 രൂപയുടെ ഇവിടെ അടിച്ചിടാൻ പറ്റും. നമ്മുടെ ഹാളിൽ വെക്കുമ്പോ അത് ഓപ്പൺ ആയിട്ട് വെക്കാനും പറ്റിയ ചുമരുമ്പോ ഇങ്ങനെ ചാരി വെക്കേണ്ട ഒരു അവസ്ഥ. അല്ല, അത് കാണില്ലാത്തതുകൊണ്ട് ചിലവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്ക് വില കുറയുന്ന ന്യൂനതകളാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത്. അപ്പൊ അത് കസ്റ്റമർക്ക് മനസ്സിലാക്കാനും എളുപ്പത്തിന് ഞാനിപ്പോ ഇതെല്ലാം തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് നേരത്തെ വിളിക്കാം. പക്ഷെ എന്നും എനിക്ക് ഓഫർ ഇടുന്നതിൽ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അത് ക്വാളിറ്റിയും കൊടുക്കുന്നത് നിർബന്ധവും എനിക്കുണ്ട്. ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അത് അവരുടെ സന്തോഷം എനിക്കും എൻ്റെ സന്തോഷം പോലെ ആയിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പൊ നമ്മളൊരു സോഫയ്ക്ക് ഇപ്പം പ്രീമിയം സോഫ സ്റ്റാർട്ട് ചെയ്യുന്നത് 39,900 39,900 ചെയ്യുമ്പോൾ നമ്മൾ 3 ഡോർ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതെവിടെയാ കാണിച്ചുതരാം. പിന്നെ എക്സ്ട്രാ പ്രീമിയം സോഫയ്ക്ക് എന്ന് പറയുന്നത് എല്ലാ എക്സ്ട്രാ പ്രീമിയം 59,900 മുതലുള്ള മേളിലേക്കുള്ള എല്ലാ സോഫയ്ക്കും 3 ഡോർ അലമാരയും 2 ഡോർ അലമാരയും തികച്ചും ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതും വിത്ത് 5 ഇയർ വാറണ്ടിയിൽ. ഇത് സ്റ്റാർട്ടിങ് വരുന്നത് എക്സ്ട്രാ പ്രീമിയം ആണിത്. ഇത് 89,900 ആണ്. വേണമെങ്കിൽ കുറയ്ക്കാം. സാറേ ഇതിൻ്റെ അത് വേണമെങ്കിൽ കുറയ്ക്കാം. ഞാൻ ഇത് ഒരു കസ്റ്റമർ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാനിത് 40 രൂപയ്ക്ക് പണിയാം. ഇത് ഈ ക്വാണ്ടിറ്റി കുറയും, ഈ തിക്കൻസ് കുറയ്ക്കാം, തുണിയുടെ ഇതിൽ കുറയ്ക്കാം. പിന്നെ പോക്കറ്റ് സ്പ്രിങ് ടാറ്റ ഒഴിവാക്കിയിട്ട് നോർമലി കുറഞ്ഞ സ്പ്രിങ് എടുത്തിടാം. അതുപോലെ തന്നെ ഈ ക്ലോത്ത് അടിയിലുള്ള ഇത് വുഡ്, ഇത് ഡബിൾ വുഡാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ 2 തടിക്കുണ്ടാക്കുന്ന രീതിയിലുള്ള കട്ടിൽ നിങ്ങൾ കാണിച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ 2 സോഫ ഉണ്ടാക്കുന്ന വുഡിനകത്ത് കയറിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാം, അത് സ്ട്രോങ് ബോഡിയാണിത്. അപ്പോൾ 2 വുഡ് കയറാവുന്ന രീതിയിലാണ് എൻ്റെ നിർമ്മാണ രീതി. വേണമെങ്കിൽ ഇതിന്റെ പകുതി എടുത്തിട്ട് വേറെ സോഫ കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ വില കുറയും. തുണിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഭൂരിഭാഗം ആളുകൾക്ക് സോഫയെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്ന് എനിക്ക് ഞാനിവിടെ കസ്റ്റമേഴ്സ് വരുമ്പോ ഒരു ഐഡിയ ഇല്ല. ഇവരായിട്ട് സംസാരിക്കുമ്പോ ഇവർക്ക് ഒരു ഐഡിയ കിട്ടൂല, നമുക്കൊന്നും അറിയില്ല എന്നുള്ളത്. അല്ല, ഭൂരിഭാഗം കസ്റ്റമേഴ്സിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അപ്പൊ കസ്റ്റമർ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയൊക്കെയാണ്. ശ്രദ്ധ കൊടുക്കുന്നത് സോഫയില്. പെട്ടെന്നൊരു സോഫ, ഞാനിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണ്, പെട്ടെന്നൊരു സോഫ 22,000 രൂപ, 50,000 സോഫ 22,000 എന്ന് ഒരിക്കലും വരില്ല. ഷുവർ, ഉറപ്പുണ്ട് എനിക്ക്. ഈ 50,000 സോഫയ്ക്ക് 22 രൂപയ്ക്ക് വിൽക്കാൻ കഴിയില്ല. പിന്നെ നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബിസിനസ്സിൻ്റെ ശൈലി എപ്പോഴും ഞാൻ ചെയ്യുന്നത് നല്ല സോഫ കൊടുത്തിട്ട് ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ ഓഫറൊക്കെ ഇട്ട് ബാലൻസ് പിടിച്ച് ബെഡിൻ്റെ ഫ്രീയും കിട്ടിയും, അതുപോലെ തന്നെ അലമാര കുട്ടി അടിച്ച് അതിൻ്റെ ഓഫറുകൾ കൂടുതൽ എടുത്തിട്ട് നമ്മൾ കസ്റ്റമർക്ക് ഒരു 10 ദിവസം 20 ദിവസമൊക്കെ ആയിട്ട് ഓഫർ കൊടുക്കുവാണ്. പക്ഷെ ക്വാളിറ്റി നോ കോംപ്രമൈസ്. എനിക്കൊരു സോഫ ഒരെടുത്ത് കംപ്ലൈൻ്റ് ആണോ, നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തം എടുക്കാൻ പറ്റും. എനിക്ക് ഉറപ്പുണ്ട് അത് പോവില്ലെന്ന്. കാരണം ഇനി ആരെങ്കിലും സോഫ മേടിച്ചിട്ടൊരു ഇതുണ്ടെങ്കിൽ അത് പിന്നിപ്പോവോ ചുരുങ്ങിപ്പോവോ, അതൊക്കെ ഇതിന് ന്യൂനതയാണ്. നമ്മളറിയാം, ബോംബെയിലെ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയോ വില കുറഞ്ഞ സാധനങ്ങളുണ്ട്. വില കുറയുന്നത് വില കുറഞ്ഞത് തന്നെയാണ്. അല്ല, വില കൂടിയ സാധനം ഷുവർ കുറയില്ല. ഇനി ഒരാൾ എന്നോട് തർക്കിച്ച് വിമർശിക്കാൻ വരണ്ട, ഞാനതിലില്ല. ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞ് മറ്റൊരാളല്ല. ഇവിടെ വില കുറഞ്ഞിട്ടുണ്ടോ, ക്വാളിറ്റി കുറയും. അല്ലാതെ ക്വാളിറ്റി കുറയാതെ ഒരിക്കലും നല്ല സാധനത്തിന് എനിക്ക് തരാൻ കഴിയില്ല. വില കുറഞ്ഞെങ്കിൽ അത് ക്വാളിറ്റി കുറഞ്ഞു തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു. പെട്ടെന്ന് എടുത്ത് എല്ലാവരും കൂടെ എന്നെ യുദ്ധം ചെയ്ത് വരണ്ട. ഞാൻ ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ മോശക്കാരനാണെന്നോ ചെള്ളാണെന്നോ എനിക്കതിന് പറഞ്ഞില്ല. എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ വില കുറഞ്ഞെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞു, ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്.
ഞാൻ വേറൊരു സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞല്ല, എന്റെ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു. Cool down. ഞാൻ ദേഷ്യപ്പെട്ടതല്ല. ഈ ഫേസ്ബുക്കിൽ ഇതൊക്കെ പെട്ടെന്ന് യുദ്ധം വരും, അതുകൊണ്ട് എനിക്ക് ഒരു സേഫ്റ്റി എന്ന നിലയിൽ എടുത്തുള്ളൂ. ഇവിടുത്തെ കാര്യമില്ല, വേറെ സ്ഥാപനത്തിൽ ഏതൊരു വീഡിയോ ഇട്ടാലും അതിലൊരു നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ആൾക്കാർ പലരും പല വിരോധമില്ല. നീ എന്ത് വീഡിയോ എനിക്കെതിരെ മോശമായി പറഞ്ഞാൽ എനിക്ക് നോ പ്രോബ്ലം. ഞാൻ എൻ്റെ ബിസിനസ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കാര്യം തുറന്നു പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2500 കസരയ്ക്ക് ഞാൻ ഗ്യാരണ്ടി ഇല്ല. ഞാൻ പറയട്ടെ, ഒറിജിനൽ ഗ്യാരണ്ടി എനിക്കുള്ളൂ. 2500 ഒരു കസര മേടിച്ചാൽ ഒരു ഗ്യാരണ്ടി ഞാൻ തരില്ല. എന്തിനു കൊടുക്കണം? അതിന് കാതലില്ല, പിന്നെ എങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും? അതിന് കൊണ്ടുകൊടുത്താൽ ഇത് ചെയ്യാം. അത് ചിലപ്പോൾ നിങ്ങൾ 5 കൊല്ലം ഉപയോഗിക്കാം, അത് ഉപയോഗിച്ചോ, അത് നിങ്ങളുടെ റിസ്ക്, നിങ്ങൾ ഉപയോഗിക്കാം. നല്ലൊരു സാധനത്തിന് എടുത്തിട്ട് ഗ്യാരണ്ടി പറയുക എന്നുള്ളത് ഗ്യാരണ്ടി പറയാം. ഈ കുറഞ്ഞ സാധനത്തിന് ഗ്യാരണ്ടി പറയണത് എങ്ങനെയാണ്? ശരിയാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കസ്റ്റമർക്ക് വ്യക്തമായ ധാരണയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ അതിൻ്റെ വ്യക്തമായ ധാരണ. ഒരാൾ അതിൽ വഞ്ചിക്കപ്പെടാൻ പാടില്ലെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളോ. അപ്പം അതിന് സ്ട്രേറ്റ് ഫോർവേഡ് ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിൽ അടുത്തത് ഈ കസാരകളൊക്കെ 1500 രൂപയ്ക്ക്. ഈ കസര 1500 രൂപയ്ക്ക് നമുക്കുണ്ട്. അതേതാ? അത് മനസ്സിലാക്കി തരാം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ കസര എവിടെന്ന നിർമ്മാണ രീതി എന്ന് പറയാം. 1500 രൂപ കസരയുടെ വില. ഞാൻ ഇനി 900 രൂപയ്ക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 1500 രൂപ കസര ഇങ്ങനെ പോകുന്ന തടിയിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്, ഇങ്ങനെ വരുന്ന ശിഖരത്തിൽ നിന്ന് ഇതുണ്ടാക്കണം. ഓ, ചില്ലകളിൽ നിന്നും. അതെ, ഇങ്ങനെ ഇരിക്കുന്ന തടിയിൽ ഉണ്ടാക്കാൻ കഴിയില്ല എനിക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല മെയിൻ തടി ഉണ്ടെങ്കിൽ അതിന് മെയിൻ തടിയിൽ നിന്ന് ഉരുപ്പടി എടുത്ത് ചെയ്യുന്നതിന് അതിന് റേറ്റ് ഉണ്ട്, അതിന് ഗ്യാരണ്ടി ഉണ്ട്. അതിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സൈഡിലത്തെ വരുന്ന ചില്ലകൾ എന്ന് പറയുമ്പോൾ അതിന് അത്ര കാലം മാത്രം മൂപ്പ് കുറവെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് വരുന്നതാണല്ലോ നല്ല സ്ട്രോങ്ങും, അതിന് ആയുസും കൂടും. ആയുസ് കൂടും. ഇത് അതിന്റെ സത്യാവസ്ഥ ഇത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, 30 ഇഞ്ചിൽ ഒരു മരം പണി എടുക്കുന്നതും 10 ഇഞ്ച് കനത്തിലൊരു മരം എടുക്കുന്നതും 20 ഇഞ്ച് മരം എടുക്കുന്നതും പോലെയല്ല 100 ഇഞ്ച് കനത്തിലൊരു മരം എടുക്കുന്നത്. 100 ഇഞ്ച് മരം എന്ന് പറഞ്ഞാൽ മൂപ്പായി, വണ്ണമായി, അതിന് ക്വാളിറ്റി ഉണ്ട്. അതിനാണ് സാധനം ഒറിജിനൽ എന്ന് പറയുന്നത്. 30 ഇഞ്ച് 20 ഇഞ്ചിൽ മൂപ്പുള്ള ഒരു തടി എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ മൂപ്പുണ്ട്, അത് എങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും? 1500 രൂപയ്ക്ക് ഞാൻ ഗ്യാരണ്ടി ഇല്ല. അതെ, 2500 ഗ്യാരണ്ടി ഇല്ല, പിന്നെ ഞാൻ ഇതിന് ഗ്യാരണ്ടി കൊടുക്കും. അല്ല, എന്നാലും നമ്മളൊരു സംശയം ചോദിക്കണ്ടേ? ഇത് കസ്റ്റമർ 1500 രൂപയ്ക്ക് മേടിച്ചിട്ട് ഉപയോഗിക്കുക, പോയിന്റ് എടുത്ത് കളയാം. പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലത്തെ മേടിച്ചിട്ടോ, എന്ന് വെച്ചാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മേടിക്കാം. ചിലപ്പോൾ ചിലർ 5 വർഷം ഉപയോഗിക്കാം, 4 വർഷം ഉപയോഗിക്കാം, 3 വർഷം ഉപയോഗിക്കാം. ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇതിലൊരു 5-6 ഡിസൈൻ നമ്മുടെ കയ്യിലുള്ളൂ. ഞാൻ ഇതിൽ ഉണ്ട്, പക്ഷെ ഇത് 100 രൂപ ചോദിച്ചാലും ഞാൻ തരും. ഇവിടെ വന്നിട്ട് ഇല്ലാന്ന് ഞാൻ പറയും. അതാണ് കിങ് വേൾഡ്. വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം, പക്ഷെ ഞാൻ സാധനം കൊടുത്തില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ വേറെ കാര്യം, തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് ഇവിടെ ഒരു കസര 1500 രൂപയ്ക്ക് കൊണ്ടുതരാൻ പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. ഇവിടെ വരിക, എടുക്കുക, പറ്റില്ല, എനിക്ക് സാധിക്കില്ല. നമുക്ക് ഇന്നലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിപ്പോ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. എത്ര വരെ നമുക്ക് കസര റേറ്റ് പോകും? കസര നമുക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു നഖം വെട്ടിയാൽ പോലും അന്നും ഇന്നും എന്നും രാജാവ്, എന്നും രാജാവ് തന്നെയാണ്. ഇത് നിലമ്പൂർ തേക്കാണ്. 60 വർഷം പഴക്കമുള്ള ഒരു വുഡാണിത്. ഇതിന്റെ നഖം വെട്ടിയാൽ നഖത്തിന്റെ അത്ര പോലും വെള്ള ഉണ്ടാവില്ല. ഇനി വേണമെങ്കിൽ ജിമ്മിന് പോവാണി പൊക്കോ, എനിക്ക് ഇച്ചിരി പിടിക്കാൻ പാടില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇനി ഫോർ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരിക്കലും കസ്റ്റമർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിസ്സാര കാര്യമുള്ളൂ. ഈ 5900 മുടക്കി 5900 സാധനം കറക്റ്റ് ഉണ്ട് ഇതിനകത്ത്. എന്തുകൊണ്ടെന്നറിയോ? ദേ ഈ വണ്ണം കണ്ടോ, ഈ വണ്ണം കണ്ടോ, വണ്ണം നീളം എല്ലാം കൂടി നോക്കുമ്പോഴേ നമുക്ക് ഇതിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഗ്യാരണ്ടി, ക്വാളിറ്റി പക്കയുണ്ട്. എത്ര കാര്യം പറഞ്ഞാലും തെറ്റ് പലതുണ്ടാവും പറയാൻ, സത്യം ഒന്നേ പറയാനുള്ളൂ. അത് ഇത് സത്യമായ കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ മനസ്സിലാക്കട്ടെ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. ഇതും കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തോരം തടി ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്തുണ്ട് ഇതിന്റെ 4 ഇരട്ടി തടി ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവോ? ഇതിന്റെ തൊണ്ട് കറക്റ്റ് ആണ്. അതിന്റെ ഫിനിഷിംഗും അടിപൊളിയാണ്. ഇതാണ് ഒറിജിനൽ. നിങ്ങൾ ഒറിജിനൽ തേൻ മേടിക്കാൻ വരുമ്പോ ഉണ്ടല്ലോ, തേൻ ചെക്ക് ചെയ്യേണ്ട രീതിയുണ്ട്. ഒറിജിനൽ തേന്റെ വില എത്ര അറിയോ? 2500 രൂപ 3000 കൊടുക്കേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പർ എടുത്തിട്ട് തേൻ അങ്ങനത്തേക്ക് ഒഴിക്കുക. തേന ഒഴിച്ചിട്ട് പേപ്പർ നനയണ്ടോ നോക്കുക. നനഞ്ഞാൽ ഒറിജിനൽ തേനല്ല. വലിയ തേൻ ചെറുതേൻ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ തേന് പേപ്പറിൽ ഒഴിക്കുക. പേപ്പറിൽ വെച്ചിട്ട് പേപ്പർ നനഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒറിജിനൽ തേനല്ല. പേപ്പർ നനയരുത്. ഈ കല്ല് മേടിച്ച എങ്ങനെയാണെന്നറിയോ? ഈ കല്ല് ഞാൻ സൗദിയിൽ നിന്ന് മേടിച്ച.
ഈ കല്ല് മേടിച്ചത് എൻ്റെ വില പറയുന്നില്ല, ഞാൻ എടുത്തിട്ട് ഒരു 10 കൊല്ലം മേളിലായിക്കാണ് മേടിച്ചിട്ട്. ഈ കല്ല് ഒറിജിനൽ കല്ല, ഇത് നല്ല വിലയുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുത്തേ. അത് ഈ മോതിരത്തിന്റെ കാര്യം പറഞ്ഞത് ഇത് സൗദി ചെന്ന് മേടിച്ചത്. സൗദി മേടിച്ചപ്പം ഇത് അവർ കണ്ടാൽ നമ്മൾ സമ്മതിക്കില്ല. ഞാനൊരു ലൈറ്റർ എടുത്ത് കത്തിക്കൂടെ. ഒറിജിനൽ ആണെങ്കിൽ ഇത് കത്തില്ല, ഡൂപ്പാണ്, ഇത് കത്തിപ്പോവും, കല്ല് കത്തി പോകും. ഇത് സൗദി ചെന്ന് ഞാൻ ഇറങ്ങി ചെന്ന് എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ഇസഡ് അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഞാനൊരു സൗദിക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞേ, ഒരു കല്ല് ചോദിച്ചപ്പോൾ അവന് 500 രൂപ പറഞ്ഞു. അപ്പൊ 500 രൂപയ്ക്ക് ഹക്കിക്കാണോ എന്ന് ചോദിച്ചു. അവന് അറബിയിലാ ചീത്ത പറഞ്ഞു. എനിക്ക് അതിനെ മനസ്സിലായി 500 രൂപയ്ക്ക് ഈ സാധനം കിട്ടും എന്നുള്ളതിനെ അവൻ 500 രൂപയ്ക്കാണോ ആ രീതിയിൽ അറബിയിലാണ് സംസാരിച്ച്. എന്നിട്ട് ഞാൻ സൗദിയിൽ അന്വേഷണം നടത്തി ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് ഇത് കിട്ടിയത്. 10 കൊല്ലം മേളിലായി. അതായത് ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ഇത് ലൈറ്റർ എടുത്ത് ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ ഇത് കത്തിയില്ലെങ്കിൽ മാത്രമാണ് ഒറിജിനൽ. കത്തിപ്പോയത് ഒറിജിനൽ അല്ല, കത്തിയില്ലെങ്കിൽ ഇത് ഒറിജിനൽ സാധനം. അല്ലാതെ കടക്കാർ സമ്മതിക്കാം നമ്മൾ കടക്കാരെ കണ്ടാൽ ചിലപ്പോൾ കടക്കാരന്റെ മൈൻഡ് പോലെ ഇരിക്കും മറ്റേ രീതി. മൈൻഡ് പോലെയല്ല, ഒരു കടക്കാരും സമ്മതിക്കില്ല. കൊണ്ട് അത് കിട്ടിയതാ. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ കസേര വന്നിട്ട് എല്ലാ കസ്റ്റമറും ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ഇതിന് 70% ഉള്ളൂ. എന്തിനാന്ന് പറയണേ, ഇതിൻ്റെ അകത്ത് ഞാനും ഇതിൻ്റെ അകത്തും എനിക്ക് ലാഭമുണ്ട്. അപ്പൊ ആ ലാഭം തന്നെ നമ്മൾ എടുക്കും. ഇത്ര % നമുക്ക് ലാഭമുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ കച്ചവടത്തിൽ ഞാൻ എന്ത് പറയണു, ഇത്ര ലാഭം എടുക്കാതെ എനിക്ക് തരാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ 1500 രൂപ എടുത്തേ, അത് ഞാൻ നേരത്തെ പിടിച്ചല്ലോ. അതിന് ഒട്ടും ഇങ്ങനെയാണ് വില കുറയുന്ന മാനദണ്ഡം. കസ്റ്റമേഴ്സിനും പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിട്ട് മനസ്സിലാക്കാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെ ശരിയായ വശങ്ങളൊക്കെ പറഞ്ഞു. അല്ല, ഈ കസാരയ്ക്ക് ഇടാനായിട്ടുള്ള ഡൈനിങ് ടേബിൾ നമ്മൾ അതുപോലെ തന്നെ ഗ്രാനൈറ്റ് നമ്മള് പ്രിന്റഡ് ഗ്ലാസ് 370 ഉണ്ടായിരുന്നു, 15 രൂപ സ്റ്റാർട്ടിംഗ് എന്നാ പറഞ്ഞു. അപ്പൊ ഗ്രാനൈറ്റ് വന്നു നമുക്ക് 300 പീസ് മാർബിൾ ടോപ്പ് ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് കനം തിക്കൻസ് കൂട്ടിയിട്ടാണ്, പ്രീമിയം രീതിയിൽ നമുക്ക് സ്ട്രോങ് ക്വാളിറ്റിയിലാണ് ഇതിന്റെ. ഇത് നമുക്കൊരു 300 ഡിസൈൻ ഉണ്ടാവും, ഇത് 370 ഡിസൈൻ ഉണ്ടാവും. അപ്പം സ്റ്റാർട്ടിംഗ് റേറ്റ് 15 രൂപ വരെ കൊടുക്കാൻ പറ്റും. 5-3 ഡൈനിങ് ടേബിള്. ചെയർ ഉണ്ടാവില്ല, ചെയർ ഉണ്ടാവില്ല. പക്ഷെ വേറെ ഒരു ഓഫർ കൂടെ പറയാം. 19,990 ഡൈനിങ് ടേബിളും 6 ചെയറും കൂടെ തരാൻ പറ്റും. അതിന്റെ ടോപ്പ് പ്ലെയിൻ ഗ്ലാസ്, നോർമൽ ഗ്ലാസ്. അത് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കുമ്പോൾ ചെറുതായിട്ട് 500 കൂടെ കൂടും. മറ്റേ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ്സിന് അതെ അതന്നെ. ഈ പ്രിന്റഡ് ഗ്ലാസ് ആയ വില കൂടും. പിന്നെ ഡിസൈൻസ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ എന്നാൽ ഇവിടെ ഡിസൈൻസ് മോഡൽസ് ഉണ്ട്. നമുക്ക് ഇതിൽ ഒരു 100 വെറൈറ്റീസ് ഉണ്ടാവും. ഇതൊക്കെ നിർമ്മാണ രീതിയാണ്. ഇത് നിലമ്പുറത്തേക്കാട്ടോ, ഇത് നിലമ്പുറത്തേക്കായി കാണുന്നത്. ഇതിന്റെ നിർമ്മാണ രീതിയുണ്ട്. ഇപ്പൊ ഇതിന് 40 രൂപ വിലയാണെങ്കിൽ കുട്ടിക്കാലം മറ്റേ ഉണ്ടാക്കണം 20 രൂപയ്ക്ക് ഉണ്ടാക്കാം. മഹാഗണിയിൽ ഉണ്ടാക്കണം 20 രൂപ ആവും. ഇത് നാടൻ തേക്കിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 30 രൂപ താഴെയാക്കാം. ഓരോന്നും ഓരോ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് കേട്ടോ. അത് മനസ്സിലാക്കാൻ റേറ്റ് കുറയുന്നതിന്റെ മാനദണ്ഡങ്ങൾ അതൊക്കെ തന്നെയാണ്. ഇത് ഒരു നിലമ്പുറത്തേക്കുള്ള ഒരു നിർമ്മാണ രീതി. അതൊക്കെ ഇങ്ങനെ കുറെ വെറൈറ്റി ഉണ്ട്. നാളെ കുറച്ച് വെറൈറ്റി കൂടെ വരുന്നുണ്ട്. ഇതേ ഒരു പുതിയ രീതിയിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ. കട്ടി നല്ല വണ്ണം, അങ്ങനെയുണ്ട്, അടിപൊളി. ഇത് 7-3.5 10 പേർക്ക് ഇരിക്കാം. ഇതിന്റെ 3 മോഡലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ചേക്കണേ. ഇതിൽ കസ്റ്റമർ ഇഷ്ടത്തിന് ഗ്രാനൈറ്റ്, പ്രിന്റഡ് ഗ്ലാസ്, പ്ലെയിൻ ഗ്ലാസ്, ബ്ലാക്ക് ഗ്ലാസ് ഇഷ്ടമുള്ളത്. അപ്പൊ ഇത് 3-4 മോഡൽ, 1 2 3 മോഡൽ ഇപ്പൊ ഇവിടെ ഉള്ള. ഇത് 3. ഇത് നമ്മളൊരു ഇതിന്റെ പോളിഷേ, ഈ പോളിഷും ഈ പോളിഷും വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ എക്സ്പോർട്ടിംഗ് പോളിഷാണ് ഈ സാധനം. ഇത് പുറം രാജ്യത്തേക്ക് പോകാൻ പോളിഷ് ചെയ്ത് നിങ്ങൾ പോളിഷിന് വ്യത്യാസമുണ്ട്. ഈ പോളിഷ് സാധയാണ്. അപ്പൊ നമ്മള് ഈ പോളിഷിന് കോസ്റ്റ്ലി കൂടുതലാട്ടോ, നല്ല മുടക്ക് വരും. ഇതിനാകുമ്പോ ഒരു സ്റ്റാൻഡേർഡ് റിച്ച് ലുക്ക്. നമ്മളൊരു എക്സ്പോർട്ടിംഗ് ഒരു പ്രീമിയം ഇതാണ്, എക്സ്ട്രാ പ്രീമിയം കേട്ടോ. അടിപൊളി. സാധാ പെയിന്റ് അല്ല, പോളിഷ് അല്ല. അപ്പൊ അങ്ങനെ കുറെ മോഡൽസ് ഇവിടെ അറ്റം തൊട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. നമുക്ക് അടുത്ത ഓഫറും കൂടെ കുറച്ച് പറഞ്ഞാലോ. പിന്നെ നമുക്ക് അലമാരകളാണ്. നമുക്ക് അലമാരയുടെ ഒരു വലിയ ശേഖരം, നമ്മൾ തടിയുടെ വുഡിന്റെ അലമാരയുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും എനിക്കൊരു ആഗ്രഹമാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഓഫർ കൊടുക്കുന്ന ഓഫറിൽ എപ്പോഴും വെറൈറ്റി ആണ്, ഓഫർ അട്രാക്ഷൻ ആണെന്നുണ്ട്. ഇപ്പം ഒരു 3 ഡോർ അലമാര നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 3 ഡോർ അലമാര. അപ്പം 3 ഡോർ അലമാര നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു തേക്കിന്റെ ഫാമിലി കോട്ട് കട്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക. 3 ഡോർ അലമാര വാങ്ങിച്ചാൽ ഒരു തേക്കിന്റെ കട്ടിൽ ഫ്രീ. അപ്പൊ ഇനി 2 ഡോർ ആണോ മേടിച്ചെങ്കിലോ ഡബിൾ കോട്ടിന്റെ തേക്കിന്റെ കട്ടിൽ ഫ്രീ. തേക്കിന് തന്നെ ഇരിക്കട്ടെ. ബെഡ്റൂമിലേക്കുള്ള എല്ലാ സെറ്റപ്പായി. അപ്പം നമ്മള് ഇത് നല്ലൊരു വെറൈറ്റി ഞാൻ ഇവിടെ വന്നപ്പോ നല്ലൊരു ആയിട്ടാണ്. ഇതിന്റെ വുഡിന്റെ വർക്കേ ഇതുണ്ടോ,
ഇങ്ങനെ അതിന്റെ വുഡ് വർക്ക് വന്നിട്ടുണ്ടോ സൈഡിൽ കൂടെ. സൈഡിൽ കൂടെ. ആ ഈ വുഡിന് നല്ലൊരു ഭംഗിയുണ്ട്. നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സോഫയാണ്. ഓണത്തിന് നമ്മൾ സ്റ്റോക്ക് ഇറക്കിയ മോഡലാണ്. എത്തിക്കാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ പുതിയ ഡിസ്പ്ലേ വെച്ചു. ഓക്കെ. നല്ല വെറൈറ്റി ഇത്. അതിനും നല്ലൊരു വെറൈറ്റി ഇത് എനിക്ക്. ഇത് നമുക്ക് വുഡിന്റെ വർക്ക്. ഇത് മൊത്തം ഇങ്ങനെ ചുറ്റി വുഡ് പോകും, ഇങ്ങനെ കറങ്ങി അടിച്ച്. ഫുള്ള് പോകുന്നുണ്ടല്ലേ ബാക്ക് ഫുൾ. ഇത് 6 സീറ്റിന്റെ കേട്ടോ. ആ വലിപ്പുണ്ടല്ലേ. ഇതിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. ഈ കോർണർ സോഫയൊക്കെ എടുക്കുമ്പോൾ 3 ഡോറും 2 ഡോറും ഫ്രീ ആണ്. ഓ സോഫ എടുക്കുമ്പോ 3 ഡോറും 2 ഡോറും ഫ്രീ. എത്ര ദിവസത്തേക്കാ? ആരെയാ ഈ സാറിന്റെ കസ്റ്റമർ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിരിക്കും. ഫ്രീ ആയിരിക്കും. അതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വന്ന് കാണിച്ചോളൂ. ഈ കാര്യം ഒന്നും ഇവിടുത്തെ സെയിൽസ്മാൻ അറിയില്ല. നിങ്ങൾ പ്രത്യേകം പറയണം. ഇതൊക്കെ നമ്മളപ്പം പായ ഇത്ര ദിവസത്തേക്ക് നിങ്ങൾക്ക് പരസ്യത്തിന് വേണ്ടിയിട്ട് നമ്മളറിയാം. നിങ്ങൾക്ക് നമ്മളെ അറിയാം, നമുക്ക് നിങ്ങളെ അറിയാം. അതിനു വേണ്ടി മാത്രമാണ് ഈ ഫ്രീ കൊടുക്കുന്നത്. ഫ്രീ ഒക്കെ കാട്ടിലും ഇത് ഞാൻ പല കസ്റ്റമർക്കും കൊടുത്തിട്ടുള്ള പാല, കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി പല കസ്റ്റമർ എടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണിത്. വളരെ നല്ല മൂവ്മെന്റ് ഉള്ള ഒരു സോഫയാണ്. ഇതില് ന്യൂനത എന്ന് പറയാനില്ല. അത്രയും ക്ലാരിറ്റി ആയിട്ട് ഞാൻ പറയാം. ഒരു കോംപ്രമൈസിന്റെ അത് ക്വാണ്ടിറ്റിയിലില്ല. പിടിച്ചു നോക്കിയേ. എത്ര റേറ്റ് വരും ഏകദേശം? ഇത് പ്രീമിയം ആണെങ്കിൽ 79 രൂപ. പക്ഷെ ഇതിനോട് 3 ഡോറും 2 ഡോറും ഫ്രീ ഉണ്ട്. വേണമെങ്കിൽ 24 ഉണ്ടാക്കി തരാം. ഇതിനും ഫ്രീ ഉണ്ടാ? ഇതിനും 3 ഡോറും 2 ഡോറും ഫ്രീ ഉണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇതിന് 24 കൂടെ ഉണ്ടാക്കി തരാന്ന്. അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ബഡ്ജറ്റ് ആണ് തീരുമാനിക്കുന്നത് ഇതിന് ന്യൂനത വരുത്തണോ വേണ്ടെന്നുള്ളത്. ഇത് ഇരുന്നിട്ട് ഒരിക്കലും പ്രയാസപ്പെടില്ല. കുറച്ച് 1 വർഷം 2 വർഷം ആയി കഴിഞ്ഞാലും ഈ തുണികളൊന്നും ഈ ഇതായിട്ട് പോകില്ല. കംപ്ലൈന്റ് വരില്ല. തുണി ആയാലും അതിന്റെ ഉള്ളിൽ തുണിയായാലും നമ്മുടെ കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യം എന്നറിയോ, നിങ്ങൾ 10 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ബോഡി അവിടെ ഉണ്ടാവും. ഇത് കംപ്ലൈന്റ് ആയാൽ പോലും ഈ ബോഡി സ്ട്രക്ചർ അവിടെ ഉണ്ടാവുന്ന ആ ഫ്രെയിമിൽ വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. അങ്ങനെ ഒരു കസ്റ്റമർ വന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പിടിച്ചോളാൻ പറഞ്ഞു. ആ ബോഡിയുടെ കാര്യത്തിനാ പറഞ്ഞു. ഇത് റോസ് വുഡ് അതിനകത്ത് ചേർക്കുന്നത്. ഇതിന്റെ ഫ്രെയിം റോസ് വുഡ് ആണ്. ക്വാളിറ്റി കൂടും. ഇത് ഡ്യൂട്ട് കളർ നോക്കിയേ. ഇതാ ഇത് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ഇട്ടേക്കുവാ. ഇഡിയട്ട് കളർ. ഈ 2 കളർ ഇരിക്കണത് ഇഡിയട്ട് കളർ. പക്ഷെ ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടാ, അല്ലേ? സ്റ്റോക്ക് ക്ലിയറൻസ് അപ്പൊ ഇത് റൈറ്റ്. ഇതിനെ കൂടെ 3 ഡോർ അലമാരും 2 ഡോർ അലമാരൊക്കെ ഫ്രീ ആണ്. ക്ലിയറൻസിനും കൊടുക്കുന്നുണ്ടോ? സ്റ്റോക്ക് ക്ലിയറൻസ് പരമാവധി വില കുറച്ച് കൊടുക്കണം. 3-4 പീസും കൂടി ഇരിപ്പുണ്ട്. അല്ല അപ്പൊ ഇത് എടുക്കുമ്പോ ഇത് സ്റ്റോക്ക് ഇത് നമ്മൾ റൈറ്റ് താത്തി എത്ര മേടിക്കാൻ കഴിയും അവർക്ക് മേടിച്ച് കൊടുക്കാം. സെയിൽസിൽ ആളോട് സംസാരിക്കുക, സെയിൽസ്മാൻ വരിക, അവര് കസ്റ്റമറോട് സംസാരിക്കുക, അതില് വേറെ റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ല ഞാൻ ചോദ്യം മനസ്സിലായില്ല. ഇപ്പൊ ഇത് സ്റ്റോക്ക് ക്ലിയറൻസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ റേറ്റിന്റെ കൂടെ ഫ്രീ വേണമെന്നാണോ ചോദിച്ചത്? ഫ്രീ ഉണ്ടോ? ഫ്രീ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതിന്റെ കുറച്ച് മേടിക്കുന്ന നെറ്റ് ലാൻഡ് ഇട്ട് കുറച്ച് മേടിച്ചിട്ട് പൊക്കോളുക. ഇത് ഓഫർ ഇട്ടിട്ട് ഒഴിവാക്കി വിടുവാണ്. ശരി. ഇതിനും ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം എന്നറിയോ, ഈ കളർ കുറച്ച് നാളായിട്ട് ഇവിടെ സ്റ്റോക്കിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ട് സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ ഇത് നല്ലൊരു സോഫയാണ്. അതൊക്കെ അറിയാൻ പറ്റുന്ന ഇപ്പോൾ കണ്ട പറഞ്ഞു. ഇതിന്റെ ഫോം ഇവിടം വരെയാണ്. ഇതുണ്ടോ ഇതിന്റെ പ്രത്യേകത. പക്ഷെ ഇത് എത്ര വിലക്ക് ഇട്ടേക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അത് സ്റ്റോക്ക് ക്ലിയറൻസിന് എഴുതി ഇട്ടേക്കണയാണ്. ഇനിയിപ്പോൾ 3 2 ഡോറും ഫ്രീ ഉണ്ടോ വേണമെന്ന് പറഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ പരമാവധി വില കുറച്ചിട്ട് ഇത് നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസിൽ ആയതുകൊണ്ടാണ് ഇതിനെ എനിക്ക് പറയാൻ അറിയാത്തത്. വില കുറച്ച് കൊടുക്കാൻ ഇട്ടേക്കണേ. പരമാവധി കുറച്ച് കസ്റ്റമർ ഉണ്ടെന്നുള്ള ഒരു തെളിവ് എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ ആരും ഇല്ല എന്നുള്ള ഒരു ഫീലിംഗ് വേണ്ട. അതെ, ഇടയ്ക്കൂടെ ഇവിടെ കസ്റ്റമറെ കാണാലോ. അവരവിടെ ബിസിയാണ്, അവിടെ കിടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ഓഫറിലേക്ക് പോയാലോ നമുക്ക്? ഇത് പാർട്ടിക്കൽ ബോർഡിന്റെയോ? പാർട്ടിക്കൽ ബോർഡ് ഉണ്ട്, UB ബോർഡ് ഉണ്ട്. ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ക്വാളിറ്റിയാണ്. എന്ത് ലോക്ക്, ചാവി, ഹാൻഡില്, വുഡ്, ഇതൊക്കെ ഒരു ഇച്ചിരി ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ നിർമ്മാണ രീതി. ക്വാളിറ്റിയിലെന്ന് വെച്ചാൽ അപ്പൊ ഇതിന് നമുക്കൊരു ഓഫർ എപ്പോഴും ഉള്ള പോലെ ഉണ്ട്. 3 ഡോർ അലമാരയ്ക്കൊപ്പം 2 ഡോർ അലമാര ഫ്രീ ഉണ്ട്. അപ്പൊ ഇത് മേടിച്ച് ഇത് ഫ്രീ ഉണ്ട്. ഇത് UB ബോർഡാണ് കേട്ടോ. ഇത് നമുക്ക് കുറെ കളേഴ്സ് ഉണ്ടാവും. ഡിസൈനിൽ ഇനിയിപ്പോ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട വെറൈറ്റി ഉണ്ട്. കുറെ വെറൈറ്റി നമ്മുടെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ വേറെ അതിന് ഓരോരോ ഇതിനും വ്യത്യാസങ്ങൾ. ഇപ്പൊ ഹാൻഡിലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ്. സ്റ്റീൽ വരുന്നുണ്ട്, പൗഡർ കോട്ടിങ് വരുന്നുണ്ട്, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ചാവിക്കും മാറ്റങ്ങളുണ്ട് അല്ലേ? ഓരോന്നോരോന്നും. ഇതിന്റെ 3 ഡോറിന് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ 8,900 ലോ ക്വാളിറ്റിയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ പൂപ്പൽ പിടിക്കും, കുത്തൽ വരും. അതിന്റെ ചാവി, ലോക്ക്, ഇങ്ങനെ ഈ ന്യൂനത ഞാൻ പറഞ്ഞത്. ലോക്കൊക്കെ കുറഞ്ഞായിരിക്കും, എല്ലാം കുറഞ്ഞിട്ടായിരിക്കും. അതിന് ഫ്രീ കാര്യങ്ങളൊന്നുമില്ല. ആ റേറ്റ് നമ്മൾ കൊടുക്കും, ഗ്യാരണ്ടി ഒന്നും തരില്ല. പിന്നെ ഇതിന്റെ ക്വാളിറ്റി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് പോകും.
അപ്പൊ അത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള സംഭവം മേടിച്ചു. അല്ല, ഈ കസ്റ്റമർ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പാർട്ടിക്കൽ ബോർഡല്ല, കരിമ്പിഞ്ചുണ്ട ഇതുപോലെ തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല ഈ ഒപ്പി മൈക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ. അത്ര നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ 8,900 മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. 3 ഡോർ 2 ഡോർ 6 ഡോർ. ഒരു സൈഡ് അടിച്ച് ഫിനിഷിങ്ങോട് കൂടിയിട്ട് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മൈക്ക് ഒട്ടിച്ചു സെഷൻ മൈക്ക് ഒട്ടിച്ചു എന്നുള്ളത് അങ്ങനെ അറിയാനും പറ്റില്ല. അപ്പൊ അത് വ്യക്തമായ ധാരണയിൽ കസ്റ്റമർ ചോദിക്കുക. പക്ഷെ ഇവിടെ പാർട്ടിക്കൽ ബോർഡേ ഉള്ളൂ, കരിമ്പിഞ്ചണ്ടില്ല. ഈ കരിമ്പിഞ്ചണ്ട് എന്ന് പറയണതല്ലേ ഈ ഷെൽമൈക്ക്? അത് പ്രശ്നം ചില കുത്തിൽ വരും, പൂപ്പിൽ പിടിക്കും. പെട്ടെന്ന് നമ്മൾ തുണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് മുഷിഞ്ഞ് ഇത് വരും. അത് പെട്ടെന്ന് കാണിക്കില്ല. ഉള്ളിൽ ഈ വേസ്റ്റ് മരം വെച്ചിട്ട് ചെയ്തിട്ട് അതിന് മുകളിൽ ഈ ഷൺമൈക്ക് ഒട്ടിച്ചു വയ്ക്കും. അതല്ലാണ്ട് മറ്റേ പാർട്ടിക്കൽ ബോർഡ് ആകുമ്പോ എന്താ സംഭവം വെച്ചാൽ നമുക്ക് വെള്ളമായാലും കംപ്ലൈന്റ് വരില്ല. അങ്ങനെ ഒരു ഗുണം ദോഷമൊക്കെ. അപ്പൊ ഇതിനോടൊപ്പം നമ്മൾ 3 ഡോർ അലമാരയ്ക്കൊപ്പം 2 ഡോർ അലമാര ഫ്രീ ആണ് കസ്റ്റമർക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. കേരളത്തിലെ എവിടെയും കൊടുത്തേക്കാം ഈ ഓഫർ. നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ എത്തും. ഈ ഒരു പീസ് ഓർഡർ ചെയ്താൽ നിങ്ങൾ കേരളത്തിൽ എവിടെയും തരും. അതെ. അപ്പൊ ഇത് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും നമ്മുടെ ബെഡ്റൂമിന്റെ ഇതനുസരിച്ചിട്ട്. ഇത് 4 ആണെങ്കിൽ 5 അടിക്കാം. 3 ഡോറിൽ തന്നെ ഇവിടെ ഉണ്ട്, പണ്ട് നമ്മൾ കാണിച്ചിട്ടുള്ള. നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ 4 ഡോർ വരെ കാണിച്ചിട്ടുണ്ട്. ഇനി 5 ഡോറോ 6 ഡോറോ എത്ര മണിയാണ്, അല്ലെങ്കിൽ ഫുൾ ചുമരിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്തേ. അപ്പൊ അതൊക്കെ അവരവരുടെ ഇഷ്ടം. അപ്പൊ ഈ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വീട്ടില് പണിത് കൊടുക്കാൻ പറ്റും. ഒരുപാട് കസ്റ്റമർ എന്നെ വന്ന് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇന്ന അളവിൽ ഇന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, വീടിന്റെ ഇഷ്ടത്തിന്. ഇപ്പൊ നമ്മള് മരത്തിന്റെയും കാണിച്ചു, പാർട്ടിക്കലിന്റെയും കാണിച്ചു, സ്റ്റീലിന്റെയും. സ്റ്റീൽ കാണിച്ചു തരാം. സ്റ്റീൽ അലമാരയുടെയും പാർട്ടിക്കൽ ബോർഡിന്റെയും വലിയൊരു ശേഖരം നമ്മളിവിടെ കസ്റ്റമർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റീൽ അലമാരയെ കുറിച്ചാണ്. സ്റ്റീൽ അലമാരയിൽ നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. സ്റ്റീൽ അലമാര എടുക്കുന്ന എല്ലാ കസ്റ്റമർക്കും ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഡ്രസ്സിംഗ് ടേബിൾ ഫ്രീ. പിന്നെ ഒരു കാര്യമുണ്ട്, സ്റ്റീൽ അലമാരെ കുറിച്ച് എല്ലാവർക്കും ഒരുപാട് ധാരണയുള്ളവരാണ്. പണ്ട് പോലെ നമ്മുടെ വീടുകളിലൊക്കെ സ്റ്റീൽ അലമാരുണ്ട്. എന്നാലും അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. എന്നാലും കസ്റ്റമർക്ക് ഒന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇതൊരു സ്റ്റീൽ അലമാരയാണ്. അപ്പോൾ ഇതിനകത്ത് മിറർ വെച്ചിരിക്കുന്ന താഴെ വരെയാണ്. അപ്പോൾ അതിൻ്റെ താഴെ വരെ അല്ലെങ്കിൽ ഇവിടം വരെ ആകുമ്പോൾ വില കുറയും. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് ഇത് പൗഡർ കോട്ടിംഗ് ആണ്. ഇതിന് 10 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഇതേ രീതിയിൽ പെയിന്റ് ഉണ്ട്, റേറ്റ് കുറയും. പെയിന്റ് ആയാൽ റേറ്റ്. ഇത് പൗഡർ കോട്ടിംഗ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പിന്നെ കേജ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, കേജിനാണ് വില വരുന്നത്. തിക്കൻസ് ആണ്. തിക്കൻസ് അങ്ങനെ ലോക്ക് ചവി അതിലുള്ള പോലെ തന്നെ ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട വില, കാരണം കുട്ടിക്കാലം മുതൽ എല്ലാവരും കാണുന്ന റേറ്റ്. എന്നാലും ഇതിന്റെ ഒരു ന്യൂനതകളും പ്രത്യേകതകളും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത് ബോധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിനകത്തുള്ള പണി വ്യത്യാസം, 3 ഡോറിന്റെ പണി വ്യത്യാസം കണ്ടോ? എന്നാൽ ഇത് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു. ഇതുണ്ടോ, ഇത് പൗഡർ കോട്ടിംഗ് ആണ്. ഇതിന് 10 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഇതിന് ചാവിക്കൊക്കെ പ്രത്യേകതയുണ്ട്. ബെൻസ് മാറി നിൽക്കുന്ന രീതിയിലുള്ള ചാവിയാണ്. ബെൻസിന്റെ താക്കോല. ബെൻസിന്റെ താക്കോൽ നോക്കി ഇതുണ്ടോ, ഈ ചാവിയുടെ ഇതുണ്ടോ? അപ്പൊ ഇതിന്റെ ഗ്യാരണ്ടി അതെങ്ങനെയാ? 100 കൊല്ലാനും പോവില്ല, ഇത് പോത്തില്ല. നോ കോംപ്രമൈസ്. ഇതിന്റെ ഇതൊക്കെ നമ്മുടെ അടിയിലുണ്ടോ? കണ്ടോ, ഡ്രോവറൊക്കെ പൗഡർ കോട്ടിക്കൽ ഒറിജിനൽ രീതിയിൽ. പിന്നെ ഈ ഗ്ലാസിന്റെ ലെങ്ത് ഇവിടെ വരയ്ക്കണം, അത് ഫുൾ ആവുമ്പോൾ ആ ഗ്ലാസിനും ഈ ഗ്ലാസിനും വില കൂടുതൽ. ഈ ഗ്ലാസിന് വില കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇവിടെ മുറിയാത്ത രീതിയിൽ ഇവിടെ ഈ ഇതില്ല. ഇതിന് ഇച്ചിരി കൂടെ വില കൂടുതല. അപ്പൊ മനസ്സിലാക്കേണ്ട പല രീതിയിലുണ്ട്. അതിനേക്കാൾ ഗ്ലാസിന് ഇതിന് വില കൂടും. ഇവിടെ വരെ വന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗ്ലാസിന് ഇതുണ്ടോ, എഡ്ജ് ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ ഇതിലേക്ക് ഇറക്കിയിട്ടേക്കുന്ന ഗ്ലാസ്, സാധാ ഗ്ലാസ്. ഇതിന് ഈ ഗ്ലാസിന് പ്രത്യേകത ഉണ്ട്. ഈ ഗ്ലാസിനേക്കാൾ ഇച്ചിരി വില കൂടുതൽ ഈ ഗ്ലാസിന്. ഇതാകുമ്പോ തിക്ക് കുറച്ചില് നമുക്ക് അതിന്. പക്ഷെ ഇത് ക്വാളിറ്റി കൂടിയ ഗ്ലാസ് ആണ്. ആ ഗ്ലാസിനേക്കാളും രായം പകലും വ്യത്യാസമുണ്ട് ഈ ഗ്ലാസിന്. ഇത് ഗ്ലാസിന് വില കൂടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പം ഇതിന് അടിവരെ മാത്രം കാര്യമില്ല. അപ്പൊ ഇതിന് മുന്നിൽ നിന്നാ ഭംഗി കൂടുന്നു. ഇതിന് പ്രത്യേകത നമ്മൾ ഈ ഒരു ഇതില്ലാതെ തന്നെ വരമ്പ് ഇതുണ്ട്. ഈ വരമ്പ് ഇല്ലാതെ തന്നെ ഒരു നിർമ്മാണ രീതി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതിന് മുന്നിൽ നിന്നാലും ഇതിന് മുന്നിൽ നിന്നാ ഭംഗി കൂടുന്നു. തീർച്ചയായിട്ടും ഈ ഗ്ലാസിനേക്കാളും ഇച്ചിരി മുഖം നമ്മുടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടും. അതെ. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത്. ഇതിന് 42 ആണ്. അതായത് വീതി 3.5 അടിയായി തന്നേക്കണേ. ഇതിന്റെ അടിയിൽ ഡ്രോ ഉണ്ട്. ഇതിന്റെ ചാവി ഞാൻ പറഞ്ഞല്ലോ ബെൻസ് മാറി നിൽക്കുന്ന രീതിയിലാണ്. കാരണം ബെൻസിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ബെൻസിനെ പോലെ തന്നെ അപ്പൊ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇതിന്റെ ലോക്കിലെ ഞാൻ പറയട്ടെ, പ്രത്യേകത മനസ്സിലാക്കിയത് ലോക്കിലൊക്കെ വ്യത്യാസം ഉണ്ട്. ഇതുണ്ടോ, ലോക്ക് ഇതിന്റെ ഈ ഒരു ലെങ്ത്, ഈ ഹാൻഡിലിന്റെ ഇതൊക്കെ. അതാ ഞാൻ പറഞ്ഞ
ഈ സ്റ്റീലിന്റെ തന്നെ നമുക്ക് ലെങ്ത് കുറച്ചിട്ട് കൂട്ടിയിട്ടും ചെയ്യാലോ. അപ്പൊ ആ കൂടുന്നതിനനുസരിച്ച് കൂടും. ഇതൊരു എക്സ്ട്രാ പ്രീമിയം, ഒരു ന്യൂനതയില്ല. 100 കൊല്ലായാലും പോകില്ല. 10 വർഷമാണ് ഗ്യാരണ്ടി കമ്പനി തന്നെ. അപ്പം ഇതിന്റെ കൂടെ ഒക്കെ ഡ്രസ്സിംഗ് ടേബിൾ ഫ്രീ ഉണ്ട്. പിന്നെ നമുക്ക് അലമാര എന്ന് പറയുന്നത് തിക്കൻസ് കുറഞ്ഞിട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് 6,900 ലോക്കലാണ്. അത് ഗ്യാരണ്ടി തരില്ല. പക്ഷെ നമുക്കൊരു 10,000 രൂപയുടെ മേളിൽ 13,900 മുതലുള്ള 10 കൊല്ലം ഗ്യാരണ്ടി. അതിലൂടെയൊക്കെ ഡ്രസ്സിംഗ് ടേബിൾ 5,000 രൂപ ഫ്രീ ഉണ്ട്. 13,900 ഒരു അലമാര വാങ്ങിക്കുമ്പോൾ 5 രൂപയുടെ ഡ്രസ്സിംഗ് ടേബിൾ പാലുകാച്ചിലുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇത് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഡ്രസ്സിംഗ് ടേബിൾ 13,900 ഒരു സ്റ്റീൽ അലമാര എടുക്കുമ്പോൾ 10 കൊല്ലം ഗ്യാരണ്ടി. ഒപ്പം 5,000 രൂപയുടെ ഡ്രസ്സിംഗ് ടേബിൾ തികച്ചും ഫ്രീ. ഹോൾ കേരള 13,900 രൂപയുടെ സ്റ്റീൽ അലമാര, 10 വർഷത്തെ ഗ്യാരണ്ടി. സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് പറയുന്നത്. അതിനൂടെ 5,000 രൂപയുടെ ഡ്രസ്സിംഗ് ടേബിൾ ഫ്രീ ഉണ്ട്. അത് മുതൽ സ്റ്റാർട്ടിങ് വന്നിട്ട് 38,900 വരെ ഉണ്ട്. ഇതിൽ എപ്പോൾ എങ്ങനെ ആ കസ്റ്റമർ ചോദിച്ചാൽ അങ്ങനെ തന്നെ എന്തോരം വേണ്ടി തരാം. അതും നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിച്ചേരും. ഓക്കെ, അതിനെ കുറിച്ച് നമ്മൾ ക്ലാരിറ്റി ആക്കിയില്ലേ? ഓക്കെ. ഫോർ എക്സാമ്പിൾ അത് കസ്റ്റമർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാം. ഇത് പൗഡർ കോട്ടിംഗ് അല്ല, പെയിന്റാ. ഇത് പെയിന്റ് ആണ്. അത് രണ്ടിന്റെ ഫീലിംഗ് കണ്ടാൽ തന്നെ അറിയാം. എന്നാലും അറിയാൻ പാടാത്ത രീതിയിൽ ഉണ്ടാക്കാം. എന്നാലും ഇതിപ്പോ ഞാൻ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞതുള്ളൂ. ഇത് പൗഡർ കോട്ടിംഗ് അല്ല, ഇത് പൗഡർ കോട്ടിംഗ്. പിന്നെ അതിന്റെ ഹാൻഡിൽ കണ്ടോ? ഹാൻഡിലിന് ആ ഒരു ഗോൾഡൻ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിന്റെ ഒരു കളർ പോകും, പൊളിഞ്ഞു പോകും. അങ്ങനെ എന്നാലും ഞാൻ പോകുന്നു പറഞ്ഞു തരുവാ. അല്ല, അത് കുറെ നാൾ കഴിയുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ചു. പക്ഷെ ഈ സ്റ്റീലിന്റെ ആണെങ്കിൽ അത് ഒരിക്കലും പോവില്ല. ഇത് പോകുന്നുള്ളതിലായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് ആരങ്ങനെ പറഞ്ഞായിട്ട് ഓർമ്മയില്ല. എന്നാലും പോവായിരിക്കും, പഴക്കത്തിനനുസരിച്ച് പോവായിരിക്കും. കുറെ നാൾ ഉപയോഗിച്ചേക്കുമ്പോ ഇതിനും നമ്മൾ എപ്പോഴൊക്കെ കാണിക്കുന്നത് പണ്ടത്തെ മോഡലാണ്. ഇത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ സാധനം ഇതൊക്കെ ഈ ശരിക്കും പറഞ്ഞ ലൈബ്രറി അവിടെയൊക്കെയാണ് കൂടുതല്. ഇത് കസ്റ്റമർ ഓഫീസുകളിലെ ഉപയോഗമാണ്. അതെ, അപ്പൊ ഇത് ആരും വാങ്ങിക്കാതിരിക്കാൻ നല്ലത് തോന്നുന്നു. ഇത് ഇവിടെ എടുത്തതൊരു തോൽവിയായിട്ട് നിൽക്കുക ഈ സാധനം. എന്തായാലും അത് വാങ്ങിക്കണ്ട. ഇങ്ങനെ മറ്റേ മൊത്തം 2 ഡ്രോയുള്ള ചില്ലുള്ളത് അത് മേടിക്കുന്നതായിരിക്കും. ഇതൊരാൾ എടുത്ത അയാൾക്ക് പരാജയം ഉണ്ടാവും എന്ന് എന്റെ വിശ്വാസം. വീട്ടുകാർക്ക് ലേഡീസ് ഒക്കെ ആണെങ്കിൽ അത് പാടാം. അപ്പൊ ഇത് എടുക്കാതിരിക്കുന്നത് നല്ലത്. ഈ ബുക്ക് സെൽഫ് എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ 2 സ്ഥലത്തേക്കും ഡോറ് തന്ന് ചില്ലുള്ള എടുക്കാവുള്ളൂ. ഇത് എടുത്താൽ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു ട്രോഫി ആയിട്ട് ഇരിക്കും ഈ സാധനം. അപ്പൊ നിങ്ങള് ശരിയായ വശം പറഞ്ഞു മേടിക്കണ്ടായിരിക്കും. ഞാനിവിടെ കണ്ടോണ്ട് പറഞ്ഞു കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ട് ബെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 3,900 ഒപ്പം 990 സമ്മാനവും. അത് ഫ്രീ. അതിന് വാറന്റി, അതിന് 1 വർഷം വാറന്റി ഉണ്ട്. ഇത് സിറ്റ് ഔട്ട് ബെഞ്ച് എന്ന് പറയുമ്പോൾ 3 ആൾക്കല്ലേ ഇരിക്കാൻ പറ്റും? 3 ആൾക്ക് ഇരിക്കാം. 5 ആളുടെ അല്ലല്ലോ. 5 ആൾക്ക് ഇരിക്കാനുള്ള സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് പറയുന്നത്. പിന്നെ നമുക്ക് സോഫ വരുന്നത്, അതായത് 3 സീറ്റർ സോഫ വരുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്, ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇരുന്നുള്ളൂ കേട്ടോ. 3 സീറ്റ് പറയാൻ വേണ്ടിയിട്ട് അതിൽ ഇതാന്ന് പറഞ്ഞ് പറയരുത്. 3 സീറ്റർ സോഫ വരുന്നത് 4,990 ഒപ്പം 990 സമ്മാനം. അതുകൊണ്ട് ഇനി നമുക്ക് എന്താ പറയാനുള്ളത്, ദിവാങ്കോട്ട്. ദിവാങ്കോട്ട് നമുക്ക് അപ്പോൾ ദിവാങ്കോട്ട്. അയ്യോ, ഇതിന് ചെണ്ട ഒരെണ്ണം കേട്ടോ. ഇങ്ങനെ നമ്മള് ഫ്രീ ഉണ്ട്. പക്ഷെ ഇതിനോട് 990 ഗിഫ്റ്റ് ഉണ്ട്. ഇതിന്റെ കൂടെ 3,990 ദിവാങ്കോട്ട് എടുക്കുമ്പോ 990 ചെണ്ട എറിഞ്ഞ് ക്യാച്ച് ചെയ്യാം. ഇതെല്ലാം ഫ്രീ. 990 സമ്മാനം എൻ്റെ തൊള്ള. ദിവാങ്കോട്ട് വാങ്ങിക്കുമ്പോ 3,990 ഒപ്പം 990 സമ്മാനം, അതും 1 ഇയർ വാറണ്ടി. ഓക്കെ, ഇനി അടുത്ത ഓഫർ പറയണ കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഞാൻ ഇവിടെയും കിടക്കാം. ഓക്കെ, നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്ന പോലെ 2,990 രൂപയ്ക്ക് ഡബിൾ കോട്ട് കട്ടില്. അത് 10 വർഷം ഗ്യാരണ്ടി. ഈ പോണ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം, 990 രൂപയുടെ ഒരു ഗിഫ്റ്റും കൂടെ വെക്കുവാണ്. അത് എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നില്ലേ? ഇല്ലില്ല, ചിലപ്പോൾ കൊടുക്കാറുള്ളൂ. ഇപ്പം നമ്മൾ 2,990 കട്ടിൽ കൊടുക്കുമ്പോൾ 10 വർഷം ഗ്യാരണ്ടി പറയുന്നു. അതിനോട് ഗിഫ്റ്റ് പറയാറില്ല. പക്ഷേ ഇത്തവണ നമ്മൾ ഗിഫ്റ്റ് ഒരു തവണ പറഞ്ഞിട്ടുണ്ട് 890 രൂപ. ഇത്തവണ 990 രൂപയുടെ ഗിഫ്റ്റാണ്. 990 രൂപയുടെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ആ ഗിഫ്റ്റിനും 1 ഇയർ ഗ്യാരണ്ടി, നോ കോംപ്രമൈസ്. ഗിഫ്റ്റിനും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഗിഫ്റ്റിനും 1 വർഷം ഗ്യാരണ്ടി കൊടുക്കണം. അപ്പൊ മരത്തോണ്ട് പണിത് എന്ത് സാധനം മേടിക്കാനായിട്ട് എവിടേക്ക് വരണം? നിങ്ങൾ ഒരുപാട് ഇങ്ങനെ കറങ്ങി നടക്കണ്ട. പക്ഷെ കിങ് വേൾഡിൽ വന്നാൽ നിങ്ങളുടെ ഇഷ്ടങ്ങള് സ്വപ്നങ്ങള് നിർമ്മിച്ചു തരാം. എല്ലാ കടയ്ക്കും കച്ചവടം കൊടുക്കണം കേട്ടോ. എല്ലാവരും വേണം. ഞാനിപ്പോൾ എൻ്റെ സ്ഥാപനം നമ്മൾ അങ്ങനെ പറഞ്ഞല്ല, കേരളത്തിലെ മുഴുവൻ സ്ഥാപനവും നല്ല സ്ഥാപനങ്ങളാണ്. നമ്മുടെ സ്ഥാപനം കിങ് വേൾഡ് ആണ്. ഇങ്ങനെ കറങ്ങി കാണിച്ചെങ്കിലും നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ പർച്ചേസ് ചെയ്യണം. എല്ലാവർക്കും കച്ചവടം കിട്ടണം.
വന്ന് നോക്കാം നിങ്ങൾ. കളക്ഷൻസ് മീൻസ് മോഡൽസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇല്ലാത്ത മോഡൽസ് ആണെങ്കിൽ നമുക്കത് പണിത് തരുന്നതായിരിക്കും. പിന്നെ കിടക്ക കട്ടില അങ്ങനെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളും മാത്രമല്ല ഫർണിച്ചറിൽ എന്ത് അത്ഭുതം സൃഷ്ടിച്ചു തരാൻ പറ്റും, പണിത് തരാൻ പറ്റും. അതെ, അതാണ് കിങ്. നെൽമ്പൂർ തേക്കിലോ നാടൻ തേക്കിലോ ട്രീറ്റഡ് മഹാഗണിയിലോ നാടൻ മഹാഗണിയിലോ ഫോറസ്റ്റ് അക്കഷിലോ സാധാ അക്കഷിലോ നിങ്ങളുടെ സ്വപ്നങ്ങള് അല്ല ഈ ഞായറാഴ്ച ബാക്കിയുള്ള ദിവസം ജോലിക്ക് പോണവരാണെങ്കിൽ ഞായറാഴ്ച വന്നു കഴിഞ്ഞാല് സൺഡേ ഓപ്പൺ ആണ്. ഇവിടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓ അടിപൊളി. ഞായറാഴ്ച ഞങ്ങൾ നിങ്ങൾക്ക് കാശില്ലെങ്കിൽ വിഷമിക്കണ്ട, EMI അവൈലബിൾ, സൺഡേ ഓപ്പൺ, ഓൾ കേരള ഡെലിവറി. ഇനി ഇതിനെല്ലാം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഓൾ കേരള ഡെലിവറി പറഞ്ഞിട്ട് ഒരു 1500 രൂപ കസര എടുത്ത് തൃശ്ശൂർ വരാൻ പറയരുത്. ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഒരുപോലെ പറഞ്ഞിരുന്നു. നിങ്ങൾ വരുമ്പോ കൈയോടെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ കൈയോടെ കൊണ്ടുപോകാം. ചെറിയ ക്വാണ്ടിറ്റികൾ നമുക്ക് കൊണ്ടുതരാൻ കഴിയില്ല. കസരൊക്കെ ആണെങ്കിൽ നിങ്ങളോട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കത് സാധ്യമല്ല. അല്ല അവര് വണ്ടി കാശ് തരാണെങ്കിൽ വണ്ടി കാശ് തരുവാണെങ്കിൽ അതൊക്കെ കയറ്റിവിടാം. ദിവാങ്കോട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കയറ്റിവിടാം, പക്ഷെ നമുക്ക് കൊണ്ടുതരാൻ കഴിയില്ല. വലിയ വലിയ സാധനങ്ങൾ ഒരു 3900 രൂപ ദിവാങ്കോട്ട് തരാൻ പറഞ്ഞാൽ കൊച്ചി തരാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഇപ്പൊ ഇതിന്റെ കാലാവധി സ്ക്രീൻഷോട്ട് എടുത്ത് വിളിച്ച് ഡയറക്റ്റ് സംസാരിക്കാം. അപ്പൊ ഇതൊക്കെ ഈ ഓഫർ ഒന്നും ഇവിടുത്തെ ആളുകൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് പറഞ്ഞു പോണെയാണ്. നമ്മുടെ സ്ഥാപനത്തിനും നിങ്ങളെ അറിയാനും നിങ്ങൾ നമ്മളെ അറിയാനും. ശരിക്കുള്ള സ്ഥലം പറഞ്ഞു. ഇത് തൊടുപുഴയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, കിങ് വേൾഡ് ഫർണിച്ചർ. അപ്പം തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് നേരെ എതിർവശം കിങ് വേൾഡ് ഫർണിച്ചർ. ഈ ബോർഡ് ഇപ്പോഴും മാറ്റിയിട്ടില്ല, ഓൺ ഓഫർ എന്ന് പറഞ്ഞിട്ട്. ഈ ഓൺ ഓഫർ നമ്മൾ നിലവിൽ അത് പിന്നെ ഈ പൂജയുടെ ഒക്കെ വരുന്നില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങ് മാറ്റായിരുന്നുള്ളൂ. ഓഫർ തുടർന്ന് പോകണമെന്നുണ്ട്, അങ്ങനെ ഇട്ടുന്നു. അപ്പൊ എന്തായാലും ഓഫർ ഉണ്ട്. ഓഫർ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഓണം ഓക്കെ, കഴിഞ്ഞാലും കിങ്ങിന്റെ ഓഫർ കഴിഞ്ഞില്ല, തുറന്നുകൊണ്ടിരിക്കൊണ്ടുപോവാം. അതാണ് കിങ് വേൾഡ് ഫർണിച്ചർ. ഓക്കെ, ശരി. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.